ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മുടെ സനാതനമായ ശാശ്വതമായ ഈ ധർമ്മം നമുക്ക് എങ്ങനെ കൊണ്ടു നടക്കാം, എങ്ങനെ ധർമ്മത്തെ സംരക്ഷിക്കാം, അതിന് നമ്മുടെ വീടുകളിൽ നാം ചെയ്യേണ്ട കർത്തവ്യമെന്ത്, ഇതാണ് പറയാൻ എന്റെ മനസ്സിലുള്ള വിഷയം. ചെറിയൊരു ശ്രദ്ധ ഇതിനാവശ്യമുണ്ട്. എവിടെയെങ്കിലും ഒക്കെ ചിന്തി ചിതറി പോകുന്ന തന്നോട് താങ്കോടുകൂടിയിരുന്നാൽ ഒരിക്കലും വിഷയം മനസ്സിലാവില്ല. ഒരു മണിക്ക് എന്തായാലും കഴിയാണല്ലോ. അപ്പൊ നമുക്ക് സദ്യയും തയ്യാറുണ്ട്. അപ്പൊ എവിടെ വെച്ച് പോകാൻ പറ്റും. ലാഭം വൈകല്യം മാത്രമേ ഉള്ളൂ, ബുദ്ധി ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിന് കുറച്ച് ലാഭം ഉണ്ടാവും. നമ്മളൊക്കെ സനാതന ധർമ്മികളാണ് എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ജീവിത മൂല്യങ്ങളെ കൊണ്ടു നടക്കുന്ന, അതിനനുസരിച്ച് ഗൃഹസ്ഥാചരണം ചെയ്യുന്ന വ്യക്തികളാണ് എന്നർത്ഥം. സനാതനം നാശരഹിതം എന്നർത്ഥം വാക്കിന്. ധർമ്മം എന്ന വാക്കിന് വാല്യൂസ്, മൂല്യം എന്നർത്ഥം. അപ്പൊ ശാശ്വതമായ മൂല്യങ്ങൾ എന്തൊക്കെയുണ്ടോ ഈ ഭൂമുഖത്ത് അതെല്ലാം കൊണ്ടു നടക്കുന്നവർ. ശാശ്വതമായ മൂല്യങ്ങൾ ഓരോ എണ്ണി പറഞ്ഞാൽ അതിന് തന്നെ ദിവസങ്ങൾ വേണ്ടി വരും. നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന, നമ്മളെ ഒരു കുടുംബം എന്ന രീതിയിൽ, സമൂഹം എന്ന രീതിയിലൊക്കെ നമ്മളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ചരടാണ് ധർമ്മം എന്നുള്ളത്. അച്ഛൻ, അമ്മ, ഇതെല്ലാം സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്. അങ്ങനെയുള്ള മൂല്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമൂഹത്തിന്റെ പേരാണ് സനാതന ധർമ്മം. അത് കൊണ്ടു നടക്കുന്നവരാണ് സനാതന ധർമ്മികൾ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സനാതന ധർമ്മികളാണ്. ഈ ധർമ്മം ശാശ്വതമായി നിലനിൽക്കും, ഒരിക്കലും നശിക്കില്ല. അപ്പൊ ഒരിക്കലും നശിക്കില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ സംശയം വരും. എന്നാൽ പിന്നെ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, അത് നശിക്കാതെ ഇരുന്നല്ലോ. അത് പറ്റില്ല. ഇത് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിലനിൽക്കും എന്നർത്ഥമില്ല. നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ പള്ളിപ്പാട് ഉണ്ടാകും എന്നർത്ഥമില്ല. ഇത് കേരളത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകില്ല. നമ്മുടെ ഭാരതത്തിൽ അത് സംരക്ഷിച്ചില്ലെങ്കിൽ ഭാരതത്തിലും ഉണ്ടാകില്ല. അത് സംരക്ഷിക്കുന്നവർ ജർമ്മനിയിലാണെങ്കിൽ ജർമ്മനിയിൽ നമ്മുടെ ധർമ്മം നിലനിൽക്കും. അതുകൊണ്ട് ഈ ധർമ്മം നശിക്കില്ല. പക്ഷെ ആ ധർമ്മം നമ്മൾ സംരക്ഷിച്ചാൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അത് നിലനിൽക്കും. അത് നിലനിൽക്കില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇത് നിലനിർത്തുവാനാണ് ഈശ്വരന്മാരെല്ലാം അവതരിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ അത് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാകുമല്ലോ. ഏതൊന്നിനാണ് സർവ്വ ഈശ്വരന്മാരും പല പല രൂപത്തിൽ ജനിച്ചത്? മഹാവിഷ്ണു എന്തിനാണ് ദശാവതാരം എടുത്തത്? സാക്ഷാൽ പരമേശ്വരൻ എന്തിനാണ് വിവിധ രൂപങ്ങളിൽ നമ്മളുടെ മുന്നിൽ അവതരിച്ചത്? എന്തിനാണ് ഇക്കണ്ട നമ്മുടെ ഋഷിമാരും സന്യാസിമാരും ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നത്? എന്തിനാണ് വിവേകാനന്ദനും ശങ്കരനും ദയാനന്ദനും ഒക്കെ ജീവിച്ചത്? ഈ ധർമ്മം ഇങ്ങനെ നിലനിൽക്കണം. ഇല്ലെങ്കിൽ ആസുരികത മാത്രമേ ഉണ്ടാകുള്ളൂ, അസുരന്മാർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഈ അസുരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു അസുരൻ ഉണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോഴേക്ക് ഇവിടെ മനസ്സിൽ ചില അസുരന്മാരൊക്കെ ജനിച്ചിട്ടുണ്ടാകും, മനസ്സിൽ ചില ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടാകും. ഇന്നലകളിൽ അനുഭവങ്ങളിൽ, നമ്മുടെ സ്മൃതി പദങ്ങളിൽ അതൊക്കെ ഇപ്പൊ വന്നു. ആരെ അസുരൻ? നല്ല കൊമ്പൻ മീശ വേണം, നല്ല കറുത്ത് കഴിക്കട്ട പോലത്തെ നിറം വേണം, പല്ല് രണ്ടെണ്ണം കുറച്ച് നീണ്ടാൽ കുറച്ചുകൂടി ഭംഗി കൂടും അസുരന്, രണ്ട് കൊമ്പൊക്കെ തല നന്നായി, ചിരിക്കാൻ പാടില്ല, അട്ടഹാസം മാത്രമേ പാടുള്ളൂ, മൊത്തത്തിൽ കണ്ടാൽ ഭയാനക രൂപമായിരിക്കണം. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള അസുരൻ. ഇത് എവിടെ നിന്നാ കിട്ടിയേ? എവിടെയാ പഠിച്ചേ? ഇത് പഠിച്ച ഗ്രന്ഥം ബാലരമ, ബാലമംഗളം, പൂമ്പാറ്റ,
ബാലെ, നാടകം, സിനിമ, സീരിയൽ. ഓം നമഃശിവായ സീരിയൽ കണ്ടപ്പോൾ മനസ്സിലായത് ശിവൻ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ അസുരൻ ഇങ്ങനെയാണ്. ദേവിയുടെ ഒരു സീരിയൽ കണ്ടപ്പോൾ മനസ്സിലായത് ഭണ്ഡാസുര വധോയുക്തയായ ദേവി എങ്ങനെയാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മളൊരു അസുരനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ദേവനെ കുറിച്ച് ഭാവമുണ്ട്. ദേവന്മാരെല്ലാം ക്ലീൻ ഷേവ് ചെയ്തവരായിരിക്കണം, അതാണ് അവരുടെ പ്രത്യേകത. അവർക്ക് താഴി നീച്ചൊന്നും പാടില്ല. അതല്ല, താഴി നീച്ച ഉണ്ടായി അവർക്ക് അത് ഉണ്ടാവില്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. ദേവന്മാർക്ക് മനുഷ്യ സഹജമായ ഭാവങ്ങൾ ഉണ്ടാവില്ല. അവർക്കൊന്നും ഈ ബാല്യഭാവം കൂടുതലാണ്. മനുഷ്യരുടേതായിട്ടുള്ള ഭാവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് താടി മീശയൊന്നും ഇല്ലാത്തത്. എന്നാലും ദേവനായി കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വലിയ രൂപമുണ്ട്. മുഖം എപ്പോഴും പുഞ്ചിരി വേണം, ശുചിസ്മിത, എപ്പോഴും ഒരു സ്മിതാവസ്ഥ ഉണ്ടാകണം. അതാണല്ലോ ദേവൻ എന്നൊക്കെ പറഞ്ഞാൽ. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടുന്ന് കിട്ടി? പൂമ്പാറ്റ വായിച്ചിട്ട് കിട്ടിയതാ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുത്ത കഷണങ്ങൾ കേട്ട് മനസ്സിലാക്കിയതാ. സത്യത്തിൽ ഈ ദേവൻ, അസുരൻ എന്നതൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ സവിശേഷ ഭാവങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ദേവനുണ്ട്, ദൈവത്വമുണ്ട്. ആ സമയത്ത് സർവർക്കും നമ്മളോട് പ്രേമമായിരിക്കും. നമുക്ക് ഉള്ളിൽ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അസുരൻ ഉണ്ട്. ആ അസുരനാണ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നത്. ആ അസുരനാണ് ഇന്നും വഴക്കടിച്ചു വന്നത്. അസുരന്റെ ഭാവം അസുക്കന് രമിക്കുന്നവനാണ് അസുരൻ. എന്താ ഈ അസു? അത് അവനവന്റെ കാര്യം ചിന്താപാത, അത്രയേ ഉള്ളൂ. അതുതന്നെയാണ് ഈ അസുരൻ. എന്റെ കാര്യം നടക്കണം, മറ്റുള്ളവരുടെ മനോവിചാരമോ മറ്റുള്ളവരുടെ ഭാവമോ ഒന്നും ശ്രദ്ധിക്കില്ല. സ്വന്തം കാര്യം ചിന്താപാത. അവനവന് സമ്പാദിക്കണം, അവനവന് ഇഷ്ടമുള്ളത് കിട്ടണം. കൂടെയുള്ളവർക്ക് അത് ഇഷ്ടമാണോ? ഇതൊന്നും ഇഷ്ടമല്ല. എന്റെ കാര്യം സുഭിക്ഷമായിരിക്കണം. ഇങ്ങനെ അവനവന്റെ കാര്യം മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറി മറ്റുള്ളവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന, പരന്മാരെ ഉപദ്രവിക്കുകയും പരന്മാരെ പീഡിപ്പിക്കുകയും മറ്റുള്ളവരുടെ കുറ്റവും കുറവും കുറഞ്ഞു നടക്കുകയും ചെയ്യുന്നവരുടെ പേരാണ് അസുരൻ. നമുക്കില്ലേ? ഇല്ല. ഉണ്ടെന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? ഇവിടെ നിങ്ങളെ കണ്ടിട്ട് ദേവന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ കൂടെ കിടക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, കൂടെ ജീവിക്കുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ. നമ്മളിൽ ഏത് ഭാവമാണോ അതാണ്. അല്ലാതെ അസുരന്റെ പറഞ്ഞൊരു പ്രത്യേക വിഭാഗം ഉണ്ട് എന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത്. ദേവൻ, മനുഷ്യർ, ഇതൊക്കെ നമ്മുടെ ഭാവമാണ്. ചില സമയത്ത് നമുക്ക് തന്നെ തോന്നും, നമ്മളെ കാണുമ്പോൾ നമ്മളും ഒരു ദേവനാണ്, ദേവതയാണ് എന്നൊക്കെ തോന്നും. അത് കുറച്ചു നേരം ഒരു ഇടിമിന്നൽ പോലെ അങ്ങ് വന്നു പോവുകയാണ്. ഇപ്പോൾ ഇതൊക്കെ മാറി ഈ ദേവഭാവം വർദ്ധിക്കുന്ന വ്യക്തികൾ ഉണ്ടാകണമെങ്കിൽ ഇത്തരം മൂല്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അതിന്റെ പേരാണ് സനാതന ധർമ്മം. സനാതനമായ ശാശ്വതമായ മൂല്യം നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ സംരക്ഷിച്ചാൽ ഈ ധർമ്മം നിലനിൽക്കും. അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് അവർ ധരിച്ച വസ്ത്രത്തിന്റെ മേന്മയും മേന്മയില്ലായ്മയും പറഞ്ഞ് ഇങ്ങനെയൊന്നും ദയവ് ചെയ്ത് ജീവിക്കരുത്. അസുരവൃത്തി വർദ്ധിപ്പിക്കരുത്. ദേവവൃത്തി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ മുഴുകുകയും അത്തരം കാര്യങ്ങൾ നാം ചെയ്യുകയും ചെയ്താൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒരു ദേവഭാവം വരും. അപ്പോ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്. അത് വ്യക്തിക്കും വേണം, കുടുംബത്തിലും വേണം. ഇത് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് നശിപ്പിക്കാനും കുറച്ചു പേരുണ്ടാകും. എപ്പോഴും നന്നാക്കാൻ മാത്രമല്ലല്ലോ, നശിപ്പിക്കാനും ഉണ്ടാകും. അപ്പോൾ സംരക്ഷിക്കേണ്ടവർ സംരക്ഷിച്ചില്ലെങ്കിൽ നശിപ്പിക്കേണ്ടവർ നശിപ്പിക്കും. ഉറപ്പല്ലേ? നമ്മുടെ പറമ്പ് നാം കൃത്യമായി വേലി കെട്ടി തിരിച്ചു വച്ചില്ലെങ്കിൽ, കുറച്ചു കാലം നമ്മൾ അവിടെ ഇല്ലെങ്കിൽ പലരും അതിൽ കയറും. പലരും അതിൽ കയറി അതിനുള്ള പല വിഭവങ്ങളും എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട്.
നമ്മുടെ സമ്പർക്കവും നമ്മുടെ ആരോഗ്യം നമ്മുടെ സർവ്വവും നാം സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ അതില്ലാതാക്കാൻ ഈ ലോകത്ത് മറ്റുള്ളവരുണ്ട്. അപ്പോൾ ഈ ധർമ്മം നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായും ഉറപ്പ് ഈ ധർമ്മത്തെ നശിപ്പിക്കാനുള്ളവർ വന്ന് നശിപ്പിക്കും. അപ്പൊ ചോദ്യം ഇതാണ്, ഈ ധർമ്മത്തെ നശിപ്പിക്കുന്നവരുടെ കഴിവാണോ ധർമ്മം സംരക്ഷിക്കുന്നവരുടെ കഴിവുകളാണോ ധർമ്മത്തിന്റെ പ്രശ്നം? സംരക്ഷിക്കേണ്ടവർ സംരക്ഷിച്ചില്ലെങ്കിൽ നശിപ്പിക്കേണ്ടവർക്ക് കഴിവ് കൂടും. ദേവന്മാരുടെ ശക്തി ആ പ്രഭാവം കുറഞ്ഞാൽ അവിടെ അസുരന്മാർ കയറിപ്പറ്റും. ഇത് ലോക സ്വഭാവമാണ്. ശിവപുരാണത്തിൽ മുഴുവൻ നാം കേൾക്കുന്നത് എവിടെയാണോ വിശ്വത്തോട് കുറഞ്ഞു പോകുന്നത് അവിടെയാണ് അസുരൻ കയറിപ്പറ്റുന്നത്. അപ്പോൾ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ സംരക്ഷിച്ചാൽ ഈ ധർമ്മം നിലനിൽക്കും. ഒരിക്കലും ഇതിനെ നശിപ്പിക്കാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. പക്ഷെ ഇന്ന് ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഇന്നത്തെ ഒരു കാലം കൂടി മനസ്സിലാക്കണം. മാത്രമല്ല നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണം. ഏത് മക്കളെ? ഒരു 30 വയസ്സിനുള്ളിലുള്ള മക്കള്. ഏത് പ്രായം തൊട്ട്? അതൊരു വയസ്സ് തൊട്ട് ഇന്നൊരു 30 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം അവരെ പ്രലോഭിപ്പിക്കുവാനും എത്രത്തോളം അവരെ വഴിനടപ്പിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ഈ ഭൂമിയുടെ ഇന്നുണ്ട്. ഇത് നശിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഒന്നല്ല, രണ്ടല്ല, പലതും. ഞാനിങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് ബോധപൂർവമാണ്. ഇന്നത്തെ നമ്മുടെ ഈ തലമുറയെ നമ്മളൊരു പ്രത്യേക പേരിലൊക്കെ വിളിക്കും. ഈ പേരാരും ഉണ്ടാവുകയെന്ന് വെച്ചാൽ അറിയില്ല. ചില ഗണിതത്തിലെ ചില വാക്കുകളൊക്കെയാണ്. ഇംഗ്ലീഷിലെ ചില ആൽഫബറ്റിക്കൽ ചില അക്ഷരങ്ങൾ ചേർത്തൊക്കെയാണ് അവരെ വിളിക്കുക. അവരെ ചിലപ്പോ ജെൻസി എന്നോ ജെൻസെഡ് എന്നോ ജനറേഷൻ ഇസെഡ് എന്നോ ആൽഫ എന്നോ ബീറ്റ എന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കും. ഏതായാലും ആകെത്തുക അവരുടെ സ്വഭാവത്തെ അവരെങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ലോകത്ത് അദൃശ്യമായിരിക്കുന്ന ചില ശക്തികളുണ്ട്, അസുരവൃത്തികളുണ്ട്. ഈ അസുരന്മാർ ദൃശ്യമല്ല, അദൃശ്യമാണ്. അവരാണ് സത്യത്തിൽ ഇന്നത്തെ തലമുറ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കും. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു 30 വയസ്സുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ജെൻസിയാണ്, ജനറേഷൻ ഇസെഡ് എന്ന ജെൻസെഡ്. ഒരു 28 വയസ്സ്, 26 വയസ്സ്, 24 വയസ്സുള്ള 2, 3, 4 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയില്ലേ, അത് തന്നെയാണ് 15 വയസ്സുള്ള കുഞ്ഞും. ആ കുഞ്ഞിന്റെ സ്വഭാവവും ഈ അമ്മയുടെ സ്വഭാവവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരു 28 വയസ്സുള്ള ഒരു അച്ഛനില്ലേ, അത് തന്നെയാണ് ഇന്നത്തെ പുതിയ തലമുറയിൽ പെട്ടവരുടെ സ്വഭാവം. ഇതിനെയാണ് നമ്മൾ ജെൻസി എന്നും ജനറേഷൻ ഇസെഡ് എന്നും പറയുന്നത്. ഇവരെങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത്? കാണാൻ പോലും പറ്റാത്ത തലത്തിൽ ഇവരുടെ മനസ്സിൽ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരുന്ന സർവ്വ മൂല്യങ്ങളും നശിപ്പിക്കാൻ ഇന്നൊരു ബോധപൂർവ ശ്രമമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഏറ്റവും അപകടകരമാണ്. ഞാനത് പറയാം. എന്നോട് ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് എല്ലാവരോടും മനസ്സിലാവും. എന്നിട്ട് ഈ വിഷയത്തെ കഴിഞ്ഞു 1960, 70, 80 ആ സമയത്ത് അമേരിക്കയിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദി ഫാദർലെസ് അമേരിക്ക എന്നാണ്. എന്തായിരുന്നു പേര്? ഇംഗ്ലീഷൊക്കെ ആയിട്ട് പറയാൻ ഒത്തിരി താല്പര്യമൊക്കെ ഉണ്ടാവും. ദി ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്നാണ് പറഞ്ഞ മലയാളം. അത് പറഞ്ഞാൽ ഒരു പ്രേമല്ലീനോ, അതുകൊണ്ട് ഇതാ നല്ലത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം എങ്ങനെ, അങ്ങനെ ഒരു പുസ്തകം എന്തുകൊണ്ട് ഇറങ്ങിയത്? അമേരിക്കയിൽ അക്കാലത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 40% വരുന്ന കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ ആരാണെന്ന് അറിയില്ല. അച്ഛനില്ലാത്ത മക്കൾ പെരുകുകയാണ് അവിടെ. അപ്പൊ നമ്മൾ ഈ 80 90 ഇരുന്ന് അമേരിക്ക കുറ്റാൻ പറഞ്ഞ കാലമുണ്ട്. എന്താ അവരുടെ ജീവിതം? ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുക? എത്ര മോശക്കാരാ അവര്? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? അയ്യൊക്കെ എന്നൊക്കെ കളിയാക്കി നമ്മൾ. എന്നാലും നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഫാദർലെസ് അമേരിക്ക കടന്നു വന്നിട്ടുണ്ട്. ഒരു
2017 വരെ ഞാനൊരു വിദ്യാലയത്തിൽ ജോലി ചെയ്തിരുന്നു, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ. ആ സമയത്ത് അവിടെ LKG ക്ലാസ്സിലേക്ക് 120 കുട്ടികളെ LKGയിൽ മാത്രം ആ കുട്ടികളെ കൊണ്ട് ചേർത്തിയിട്ടുണ്ട്. അന്ന്, അതായത് 8 വർഷങ്ങൾക്ക് മുൻപ്, സിംഗിൾ പാരന്റ് എന്ന് പറയുന്നത് ഒരു 8%, 10% മാത്രമായി. ഇന്ന് ഈ വർഷം 92 കുട്ടികൾ അവിടെ LKGയിൽ അഡ്മിഷൻ എടുത്ത് പോകുന്നത്. അതിൽ 26 പേരാണ് സിംഗിൾ പാരന്റ്. മനസ്സിലായില്ല? അച്ഛൻ മാത്രം, അമ്മ മാത്രം. അപ്പൊ തോന്നും ഈ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ടായിരിക്കും. അല്ല, ഇതൊക്കെ ഡിവോഴ്സാണ്. അതിൽ പലർക്കും വിവാഹം പോലും കഴിച്ചിട്ടില്ല അവർ, പക്ഷെ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. അവർക്ക് ആ കുഞ്ഞ് ഒരു സിംഗിൾ പാരന്റ് ആണ്. അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത, അച്ഛനെ കാണാത്ത പുതിയ തലമുറയുടെ സംഭാവനയാണ് സിംഗിൾ പാരന്റ്. ഇന്ന് ഒരു വിദ്യാലയത്തിൽ, ഏത് വിദ്യാലയത്തിലും LKG ഉള്ള ഒരു വിദ്യാലയത്തിൽ പോയി നിങ്ങൾ അന്വേഷിക്കൂ, അവിടെ ഒക്കെ കാണാം 100 പേര് ചേർന്നാൽ 30 പേരോളം സിംഗിൾ പാരന്റ് ആയിരിക്കും. അന്ന് നമ്മൾ കളിയാക്കി അവൻ എന്താ ഇങ്ങനെ എഴുതിയാണോ, മാരേജ് ബിക്കം എ കോൺട്രാക്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കരാറ് മാർഗമാണ്. ആർക്കും ആരെയും ബാധ്യതകളില്ല. ഇങ്ങനെ ബാധ്യതകളില്ലാതെ ഒരു സമൂഹം ജീവിച്ചു വരുന്ന കളിയാക്കിയ നമ്മൾ, നമ്മുടെ കൈമുമ്പിൽ ഇന്ന് 37% ഡിവോഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. 100 വിവാഹം നടന്നാൽ 37 പേര് ഡിവോഴ്സാണ്. എന്തേ അമേരിക്ക കളിയാക്കുന്നില്ലേ? ഇപ്പൊ കളിയാക്കാൻ സമയമില്ല. നമ്മുടെ വീട്ടിലാ പ്രശ്നം, നമ്മുടെ ധർമ്മത്തിലാ പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഫാദർലെസ് അമേരിക്ക ഒന്നുകൂടി കടന്ന് ചിന്തിക്കണം. തൃശ്ശൂരിലെ വിഖ്യാതമായ വിദ്യാലയവും, ആ വിദ്യാലയത്തിൽ 10ാം ക്ലാസ് കുട്ടികൾക്ക് സ്റ്റഡി ലീവ് കിട്ടുന്ന സമയം ഡിസംബർ പോർഷനൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നവംബറിലൊക്കെ കഴിയും. പിന്നെ കുട്ടികൾ ഒരു ഡിസംബർ 12 മുതൽ ജനുവരി, ഫെബ്രുവരി അവർക്ക് ഈ സ്റ്റഡി ലീവിന്റെ സമയമാണ്. ഇങ്ങനെ സ്റ്റഡി ലീവിന് 10ാം തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുമിച്ച് കൂട്ടായും അല്ലാതെയും ഒക്കെ അവർ പഠിക്കുക. SSLC പരീക്ഷ തുടങ്ങി. 4ാം തല പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടി ആ ക്ലാസ് മുറിയിൽ തന്നെ, ആ പരീക്ഷാ ഹാളിൽ തന്നെ അവർ തലചുറ്റി താഴെ വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ മനസ്സിലായി പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. 10ാം ക്ലാസ്സിലായി. ഇത് വലിയ സംഭവമൊന്നുമല്ല ഇന്ന് എല്ലാവർക്കും. പക്ഷെ ഇത് അത്ഭുതമായിരിക്കവര് നമ്മളങ്ങനെ കളിയാക്കിയത് ഈ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ആ അമേരിക്കയുടെ സ്വഭാവം നമ്മുടെ പുതിയ തലമുറയിൽ നമ്മൾ പോലും അറിയാതെ കുത്തിവെക്കുന്ന ഒരു വലിയ, ഒരു സൂക്ഷ്മമായ, അദൃശ്യമായ ഒരു സമൂഹം നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്നുണ്ട്. ഈ പെൺകുഞ്ഞിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആ പെൺകുഞ്ഞ് 7 ആൺകുട്ടികളുടെ പെരുമാറും. 1 അല്ല, 2 അല്ല, 3 അല്ല. ദി ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ സിംഗിൾ പാരന്റ് എന്നുള്ളത് ഡിവോഴ്സ് മാത്രമല്ല. ഇന്ന് അമേരിക്കയെ കളിയാക്കുന്നില്ലേ? കളിയാക്കൂ. അപ്പുറത്തെ അയൽവർഗത്തിൽ നടന്ന സംഭവങ്ങളെ പർവ്വതീകരിച്ച് പറയൂ. ഏതെങ്കിലും ഒരു കുഞ്ഞു വലിയ വലിയാകാൻ കുഞ്ഞിന്റെ അച്ഛനമ്മമാരെ നമ്മൾ, നമ്മുടെ മക്കൾ കേൾക്ക് പറയൂ. അവരെയൊക്കെ കുറ്റം പറയൂ. നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ അറിയുമോ? നമ്മൾ നമ്മുടെ വസ്ത്രാംശവും ധൂർത്തവും ആഡംബരവും പൊങ്ങച്ചവരാവിച്ച് നടക്കുമ്പോൾ നമ്മുടെ കാല് വെച്ച ഇടത്തെ മണ്ണ് ഇടിച്ചു പോയിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ പോലും അറിയാതെ വഴിതെറ്റിക്കാൻ നിരവധി തരത്തിലുള്ള സൂക്ഷ്മമായ ആസുരിക ലോകം തയ്യാറാണ്. ഇതൊരു മേഖലയിലല്ല. നമ്മളൊക്കെ പഴയ ആളുകളല്ലേ കേൾക്കുന്നതിൽ പലരും, അല്ലെങ്കിൽ പഴയ മനസ്സുള്ളവരല്ലേ. ഞാൻ പഴയത് എന്ന് പറഞ്ഞാൽ ശാശ്വത മൂല്യങ്ങളെ സംരക്ഷിക്കുന്നവർ എന്നാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ഒരു 1,00,000 രൂപ കിട്ടി എന്നിരിക്കട്ടെ. 1,00,000 രൂപ. ഈ 1,00,000 കിട്ടിയാൽ നിങ്ങൾ എന്താ ആദ്യം വിചാരിക്കുക? ഞാൻ വിചാരിക്കുക 1,00,000 രൂപ കൊണ്ട് ഒന്നെങ്കിലും ഞാൻ ഒരു FD ഇടും, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ മറ്റെന്തെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു സമ്പാദ്യ പദ്ധതി ചെയ്തു.
അല്ലെങ്കിൽ ഞാൻ സ്വർണം വാങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം വാങ്ങാൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കും. ഏതായാലും ഞാൻ ഈ 1,00,000 സമ്പാദ്യമാക്കുവാൻ ചിന്തിക്കും. നമ്മൾക്ക് ഈ തലയാട്ടിയവരും അവരുടെ മക്കളോ കമ്പനിയാണ്. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറ, അതായത് 22, 24, 28 വയസ്സുള്ള, അത് ഭാര്യയാകട്ടെ, അമ്മയാകട്ടെ, സഹോദരിയാകട്ടെ, 14 വയസ്സും 12 വയസ്സുമുള്ള നമ്മുടെ മക്കളാകട്ടെ, അവർ തീരുമാനിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, 1,00,000 രൂപ കിട്ടിയ അവർ അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവർ തേടും. ഒന്ന്, അവരെ സംബന്ധിച്ച് സൊമാറ്റോ, 2 സ്വിഗ്ഗി. ഒന്നുകിൽ തന്നെ മറ്റ് 2 കൂടി അവർ നോക്കും. അത് ഒന്ന് ഫ്ലിപ്കാർട്ടും 2 ആമസോണുമാണ്. അതിന്റെ അങ്ങനെയുള്ള സ്റ്റുഡിയോ, ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇനി അല്ലെങ്കിൽ പരമാവധി പൈസകളുടെ ഏതെങ്കിലും ഒരു യാത്ര പോവുക, ടൂർ പോവുക, അങ്ങനെ 1,00,000 രൂപയും എങ്ങനെ നമുക്ക് നമ്മുടെ സന്തോഷത്തിന് ചെലവഴിക്കാം. ഇവരുടെ പേരാണ് ജനറേഷൻ ഇസഡ്. ഇതാണ് ഇന്നത്തെ തലമുറ. ഈ തലമുറയിലാണ് നമ്മൾ വളർത്താൻ പോകുന്നത്. പഴയ കാലത്ത് ഒരു 10 വർഷം മുൻപ് നമ്മുടെ മക്കൾ ഓൺലൈനിൽ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങണമെങ്കിൽ നമ്മൾ 100 തവണ ചോദിക്കുമായിരുന്നു. ഇന്നതൊന്നുമില്ല. അച്ഛന്റെയും അമ്മയുടെയും മൊബൈൽ വാങ്ങുന്നു, ഇതെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്, വരുന്ന പൈസ കൊടുക്കണേ, ഏത് വാങ്ങാൻ മൊബൈൽ സോഫയിലേക്ക് ഒഴിച്ചെറിയുന്നു. ഇതും കണ്ട് 2 മക്കളെ വളർത്തിയ അച്ഛനമ്മമാരിയ്ക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ തലമുറ. നമ്മുടെ ഈ ധർമ്മം നിലനിൽക്കുന്നത് ഫാമിലി, കുടുംബം എന്ന് പറയുന്ന ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റിലാണ്. കുടുംബം പോലും പിന്നെ ഈ ധർമ്മന്റെ ഈ സംസ്കാരത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സൂക്ഷ്മമായി നമ്മുടെ ധർമ്മത്തെ നശിപ്പിക്കുവാനുള്ള ആസുരിക വൃത്തിയുള്ളവർ ഒന്നാമത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് കുടുംബത്തിലാണ്. അത് 2 കാര്യമാണ്. ഒന്നാമതൊരു കുടുംബത്തിൽ ഗൃഹനാഥൻ അച്ഛനാണ്. എന്നാൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അച്ഛൻ എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതിയാണ്. അദ്ദേഹം പറയാമോ? അച്ഛൻ പറയും. എന്തിന് അച്ഛൻ പറയുന്ന നമുക്കൊക്കെ വ്യക്തിത്വമില്ലേ, സ്വാതന്ത്ര്യമില്ലേ, നമുക്ക് 17 വയസ്സായില്ലേ, വോട്ട് ചെയ്യാനുള്ള അധികാരമില്ലേ? അപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയെ ഇല്ലാതാണ്. വീട്ടിലെല്ലാവർക്കും ഒരേപോലെ സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ പറഞ്ഞ അമ്മയെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന +2 കാര്യം എനിക്കറിയാം. എന്തിനായാലും കൂടെ അമ്മ ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നത്? നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്ന് പറയുന്ന +2 കാര്യം നമ്മുടെ ഈ ലോകത്തെ പുതിയ കാലഘട്ടത്തിലെ തലമുറയാണ്. 2, ഇന്നത്തെ തലമുറയെ കൊണ്ട് ചിന്തിപ്പിച്ചിരിക്കുകയാണ് മൈ ബോഡി മൈ പ്രിവിലേജ്. എന്റെ ശരീരം എന്റെ മാത്രമാണ്, അതിൽ അമ്മയ്ക്കും അച്ഛനും അതിൽ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ല. എന്റെ സമയം ഞാൻ നോക്കിക്കോളാം, അത് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പോകും. അത് നിങ്ങൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എവിടത്തല്ലേ ആവശ്യമുള്ളൂ, അത് ഞാൻ തരാം. നിങ്ങൾക്ക് ജോലിയല്ലേ ആവശ്യമുള്ളൂ, അത് ഞാൻ നേടും. എനിക്ക് നല്ല ഭാവിയുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം ആസ്വദിച്ചാൽ അമ്മയ്ക്കും അച്ഛനും വേണ്ട പേപ്പർ. നിങ്ങൾക്ക് ആവശ്യം നേരെ മാത്രമല്ലേ? നിങ്ങൾക്ക് ആവശ്യം നാളെ എനിക്ക് കിട്ടാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലേ, അതൊക്കെ ഞാൻ വാങ്ങും. നിങ്ങൾക്ക് അതേ ആവശ്യമുള്ളൂ. അല്ലാതെ നല്ല മക്കൾ വേണം എന്നൊരു അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലില്ല. പ്രൊഫഷണൽ ഡിഗ്രികൾ മാത്രം വാങ്ങി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് നല്ല സുഖമായി മക്കൾ ജീവിക്കണം, ഇതെല്ലാം നിങ്ങളുടെ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് മൈ ബോഡി മൈ പ്രിവിലേജ് ആണ്, ഇല്ലേ? അതുകൊണ്ട് അവർ ഏത് വസ്ത്രം ധരിക്കണമെന്ന് അവർ തീരുമാനിക്കും. ഏത് അച്ഛനും അമ്മയ്ക്കും ഇന്ന് കുട്ടികളുടെ മേൽ സ്വാധീനമുണ്ട്. മോളെ ഈ വസ്ത്രം ധരിച്ചാൽ മതി പറയാനുള്ള ധൈര്യം ഏതെങ്കിലും അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവില്ല. കാരണം കുഞ്ഞുങ്ങളെ അതിനനുസരിച്ചാണ് ഇന്ന് കുഞ്ഞുങ്ങളെ തയ്യാറാക്കുന്നത്. അതിനുള്ള ടൂളുകൾ നിങ്ങൾ മനസ്സിലാക്കും. ഒരു സിനിമയാണ്, ഏത് സിനിമ ഇറങ്ങണം അത് അവർ തീരുമാനിക്കും. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ സിനിമക്കാരാണ്. ഒരു സിനിമ ഇറങ്ങിയാൽ പിന്നെ കുഞ്ഞുങ്ങളെല്ലാം ഒരു പ്രത്യേക തരം വസ്ത്രം, സ്ലീവ് മാറി 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 ഇന്നൊന്നുമില്ല. സ്ലീവ്ലെസ് പോയി, അതിന്റെ അപ്പുറവും പോയി, ഇപ്പൊ ആകെ ചെറിയൊരു വലിയ മാത്രം ഇവിടെ കാണാം. സിനിമയിലൂടെ കുഞ്ഞുങ്ങളെ അവർ ഏത് വസ്ത്രം, ഓരോ സിനിമ നിങ്ങൾ ഇന്റർവ്യൂസ് കൊടുക്കും. നമ്മുടെ കുട്ടികൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന മുഴുവൻ ഇന്റർവ്യൂസ് നോക്കും.
ആ ഇന്റർവ്യൂസിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സംസ്കാരം എന്താ? ഞാനും എന്റെ ഭാര്യയും അങ്ങനെ ഞങ്ങൾ വിവാഹങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ മകൾ അവൾ സ്വതന്ത്രമായി സിനിമയിൽ അഭിനയിക്കുകയാണ്. അവൾ അവളുടെ ശരീരം കാണിച്ചാൽ എന്താ തെറ്റുള്ളത് എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്ന ഒരു നീണ്ട മീശിലുള്ളവരാണ്. ഇതാണ് ലോകം, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത് കേട്ട് വളരുന്ന നമ്മുടെ കുഞ്ഞ് ഏതിൽ സ്വാധീനിക്കപ്പെടും? അതിനെ സ്വാധീനിക്കപ്പെടും. കാരണം നമ്മുടെ വീട്ടിൽ അതല്ലാത്ത ഒരു സംസ്കാരം ഈ കുഞ്ഞ് കണ്ടിട്ടില്ല. അച്ഛനും അമ്മയും പിണക്കവും വാശിയും തല്ലും. ആകെ കുഞ്ഞ് കാണുന്നത് ഇതൊക്കെയാണ് സ്വർഗ സമാനമായ ജീവിതം. മാത്രമല്ല, ഇന്റർവ്യൂ ചെയ്യുന്ന ആ പെൺകുട്ടി ആരുമാകട്ടെ, അവരുടെ വസ്ത്രം, അവർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഇന്റർവ്യൂ അല്ല അവരുടെ പ്രശ്നം. അത് നോക്കുമ്പോൾ 4 കൊള, ഇവിടെ 16 പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ എവിടെയെങ്കിലും റിങ്ങുകൾ. ഇത് കാണിച്ച് പുതിയ തലമുറയെ അവരാഗ്രഹിക്കുന്ന തലത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ബോധപൂർവ ശ്രമമുണ്ട്. ഭക്ഷണ രീതി നോക്കൂ. പഴയ കാലത്ത് ഭക്ഷണത്തിന്റെ രീതികളൊക്കെ കുഞ്ഞുങ്ങൾ മാറി. ചുരുക്കി പറഞ്ഞാൽ, എന്റെ മുന്നിലിരിക്കുന്ന ഒരു 30 വയസ്സിന് മേലെയുള്ള എല്ലാവരും വളർത്തേണ്ടത് ഈ കുഞ്ഞുങ്ങളെയാണ്. നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ആ പ്രാപ്തി സമ്പാദിച്ചേ പറ്റും. ഇല്ലെങ്കിലും നമ്മൾ പറയുന്നത് കേട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളല്ല ഇന്നത്തെ കാലത്ത്. അതൊക്കെ പോരി എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? 30 വയസ്സ് കഴിഞ്ഞാൽ ഒന്നുകൂടി ആലോചിച്ച്, ആ കാലത്ത് നമുക്ക് വഴി തരാൻ വല്ല അവസരം ഉണ്ടായിരുന്നോ? നമുക്ക് വഴി തെറ്റണം എന്ന് വിചാരിച്ചാൽ വഴി തെറ്റാൻ വല്ല അവസരം ഉണ്ടോ? ഒരു അവസരവും ഇല്ല. ടി വി ഉണ്ടോ? ടി വി ഇല്ല. മൊബൈലുണ്ടോ? മൊബൈലില്ല. ആകെ ഒരു റേഡിയോ, അതിനാണെങ്കിൽ പലപ്പോഴും ഒരു ശബ്ദം മാത്രമുണ്ട്. ഒന്നുമില്ല. ലഹരി ഉണ്ടോ? ലഹരിയില്ല. ആകെ നിർത്തണമെന്ന ഒരു ഫോട്ടോഗ്രാഫി മാത്രമേ. ഒന്നുമില്ല. ആകെ നമ്മൾ ചെയ്ത മഹാപരാധം എന്താണെന്നറിയാം? തൊട്ടടുത്ത വീട്ടിലെ ചാമ്പയ്ക്ക, പേരയ്ക്ക, അത് അവരോട് ചോദിക്കാതെ നമ്മൾ പറിച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കുറ്റം. എന്നാൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റാൻ ഒരവസരമാണോ? 1 അല്ല 2 അല്ല 100 അവസരങ്ങൾ അവരെ കാത്തിരിക്കുകയാണ്. അപ്പോഴും അന്നത്തെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിയത് പോലെ നമ്മൾ ഇന്ന് വളർത്തിയാൽ മതിയോ? അത് എത്രയോ ഇരട്ടി തുറന്നു വെച്ച കണ്ണോടെ, കാതോടെ, ശ്രദ്ധയോടെ വേണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്താൻ. ഈ ശ്രദ്ധയും ഈ തയ്യാറെടുപ്പും ഇന്നത്തെ അമ്മയ്ക്കും അച്ഛനുമുണ്ട്. അന്നത്തെ അച്ഛന്റെ വല്ല ശ്രദ്ധയുണ്ടോ? അത്ര ഇല്ലാന്ന് മാത്രമല്ല, ഈ കാര്യങ്ങൾ ചെയ്യാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊക്കെ പറയുകയുള്ള ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ പരം തമാശ ലോകത്തിൽ വേറെയില്ല. എല്ലാവരും പറയുന്ന കേൾക്കാം, ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്താ? നടന്ന് വളരുന്ന കുഞ്ഞിന്റെ കയ്യിലും മൊബൈലും പിടിച്ച് അതിനെ അനുഭവിക്കലാണ് പാരന്റിങ്. എന്നിട്ട് പറയും ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അല്ല, സത്യത്തിൽ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നല്ലൊരു വിധം ഒരു കാര്യം ഒരെണ്ണം എന്റെ കുഞ്ഞിന് ഞാൻ കൊടുത്ത ഒരു വാല്യൂ ഒരെണ്ണം ഒന്ന് ഓർത്തെടുത്ത എന്താണ് അച്ഛന്റെയും അമ്മയുടെയും ജീവിതത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ്? നമ്മൾ ചോദിച്ചാൽ പഠിപ്പിച്ചോ? അവരുടെ ചില നാമൊക്കെ ചൊല്ലി അന്ന് നമ്മൾ മിണ്ടാതിരിക്കും. അവർക്ക് അവരുടെ സവിശേഷമായ ചില നാമങ്ങളൊക്കെയോ. ഇപ്പൊ ഇവിടെ വന്നിരുന്ന ഒരു 15, 18, 20 വയസ്സല്ല ഒന്നാമത്തെ ഇല്ല. വന്നാൽ തന്നെ അവര് ഫോൺ എടുത്ത് അവരുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ഇവിടെ വന്നൊരു തന്ത വൈബ് വേണം. അതാണ് ഇനി ആകെ പറയാൻ പോണത്. തന്ത വൈബ്, തള്ള വൈബ്, 100 കണക്കിന് സാങ്കേതിക വാക്കുകൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിച്ചു കൊടുത്തിട്ടുണ്ട്. ആര് സൂക്ഷ്മമായി നോക്കൂ. നേരത്തെ പറഞ്ഞ പരമ്പരാഗതമായ ഭാഷയെ മൊത്തം നശിപ്പിച്ച് അവരുടേതായ ചില സാങ്കേതിക വാക്കുകൾ സിനിമയിലൂടെ, ഇന്റർവ്യൂയിലൂടെ ഒക്കെ കൊടുത്ത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പുതിയ ഡിക്ഷണറിയാണ്.
നമുക്ക് പലരും മനസ്സിലാകും. ഞാൻ കഴിഞ്ഞ ദിവസം മറിമായ നമുക്ക് പല വാക്കും മനസ്സിലായി. ബെഞ്ച്, ബെഞ്ച്, എന്താ ബെഞ്ച്? അപ്പൊ ആ കുട്ടി പറയാത്രേ, ആ കുട്ടിക്ക് നിലവിലുള്ള താമതമുണ്ട്. അവൾ എന്തായാലും തേച്ചൊക്കെ പോകുന്ന അവൾക്കറിയാം. അപ്പൊ വിശദമായ ഒരാഴ്ച വെച്ചതാണ് അവനാണ് ബെഞ്ച്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഈ 8ാം ക്ലാസ്സുകാരിയും 10ാം ക്ലാസ്സുകാരിയും +1 കാരനും +2 കാരനുമായിട്ടുള്ള വളർത്തുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഭാഷ അവർക്ക് ഇഷ്ടമല്ല. അവരുടെ ചില സാങ്കേതിക വാക്കുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറയെ വളർത്തുന്നത് മുഴുവൻ നമ്മൾ പോലും അറിയാത്ത വളരെ സൂക്ഷ്മമായി ഈ സമൂഹത്തിൽ ഒളിച്ചിരുന്ന് സർവ മേഖലയിൽ കടന്നു കയറി. അത് സിനിമയില്, ഇന്റർവ്യൂയില്, നാടകത്തില്, ചെറിയ ചില എന്താ പറയുക, കാർട്ടൂണുകളിൽ, പത്രങ്ങളിൽ, ഈ കാണുന്ന സർവ മേഖലയിലും അവർ നമ്മൾ പോലും അറിയാതെ കടന്നു കയറി നമ്മുടെ മക്കളെ പ്രലോഭിപ്പിച്ച് അവരുടെ വ്യക്തിത്വം നശിപ്പിച്ച് നമ്മുടെ ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ വലിയ പരിശ്രമം നടക്കുന്നു. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഇപ്പോ നമ്മൾ എത്ര ജാഗരൂകരാകണം. അപ്പൊ മൊബൈലിൽ കൊടുക്കണ്ടേ? മൊബൈൽ കൊടുക്കാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ ശരാശരി പാരന്റിന്റെ പ്രധാന പരിപാടി എന്താണെന്ന് അറിയോ? കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് മേടിച്ച് അത് കൊടുക്കാതിരിക്കുക. ഒരു അച്ഛനും അമ്മയും രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ ഇന്ന് അവരുടെ ചർച്ച ഇതെങ്ങനെ കൊടുക്കാതിരിക്കുക. ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നേ? ഒരു മനുഷ്യ ലോകം മുഴുവൻ നടന്ന് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുക. ഒരു വീട് മുഴുവൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ മൊത്തം പിടിച്ചു വാങ്ങി മൊബൈൽ ഞാൻ തരില്ല, തൊട്ടതിന്റെ കൈവെക്കും എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ശണ്ട കൂടുന്ന 2 പേർ. ഏതാണ്ട് 1 ദിവസത്തെ സ്വസ്ഥത കളയാൻ ഈ ദേഷ്യം പറയും, പിടിച്ചു പറയും മാത്രം മതി. മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കലല്ല നമ്മുടെ പാരന്റിങ്. ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കാതെ ഇന്നത്തെ കാലത്ത് പറ്റില്ല. നിങ്ങൾ പോലും പലതും പഠിക്കുന്നത് കുഞ്ഞുങ്ങളിൽ നിന്നിട്ടാണ്. നമുക്ക് പോലും മൊബൈൽ എടുത്ത് ഒന്ന് തൊടാൻ തന്നെ എത്ര സമയമെടുക്കും. കഴിഞ്ഞിടയ്ക്ക് ഒരു സ്കൂളിൽ ഞാൻ ഈ പാരന്റ്സുകളോട് തന്നെ പറഞ്ഞു പോയിരുന്നപ്പോ ഒരു പാരന്റ് പറഞ്ഞു, അങ്ങനെ ഞങ്ങളെ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങൾ കൊണ്ടുപോയേക്കട്ട എന്ന് പറഞ്ഞു. ആ പറഞ്ഞ അമ്മയ്ക്ക് ഒരു 32 വയസ്സ് പ്രായമുണ്ട്. അവരുടെ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞു. അവരുടെ പക്ഷെ ഞാനും എനിക്കും അറിയാം മൊബൈൽ വളരെ വേഗത്തിൽ. ഉറപ്പാണോ? അതെ. അന്ന് 8ാം ക്ലാസ്സുകാരിയെ വരുത്തി 2 പേരോടും ഒരു മെസ്സേജ് പറഞ്ഞു, നിങ്ങൾ ഈ മെസ്സേജ് ടൈപ്പ് ചെയ്ത് എന്റെ മൊബൈലിലേക്ക് അയക്കണം. 2 പേരും തയ്യാറായി. ഞാൻ മെസ്സേജ് പറഞ്ഞു, ഒരു 4 വാചകങ്ങൾ മാത്രം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം. അമ്മയും തയ്യാറായി, 8ാം ക്ലാസ്സുകാരി 12 വയസ്സുകാരിയും തയ്യാറായി. 32 വയസ്സുകാരിയും 12 വയസ്സുകാരിയും തയ്യാറായി നിൽക്കാൻ ഞാൻ സ്റ്റാർട്ട് പറഞ്ഞ ഉടനെ തന്നെ അവര് വളരെ വേഗം എനിക്ക് മെസ്സേജ് അയച്ചു. ഈ അമ്മ അയച്ചത് 28 സെക്കൻഡ് കൊണ്ടാണ്, എന്നാൽ ഈ മകൾ 11 സെക്കൻഡ് കൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഈ കുഞ്ഞുങ്ങളുടെ വേഗത നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അവർ 120 കിലോമീറ്റർ വേഗത്തിൽ യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മളോ പഴയ 40 കിലോമീറ്ററാണ് ഇപ്പോഴും. അതറിയണമെങ്കിൽ നിങ്ങൾ പുതിയ തലമുറയിൽ നമ്മുടെ ഒരു എക്സ്പ്രസ് ഹൈവേയിലോ ഒരു ഹൈവേയില് റോഡ് ക്രോസ് ചെയ്യാൻ നിങ്ങൾ നിൽക്കും, മക്കളെയും നിർത്തും. അതിന് കടന്നു ഒരു കാര്യം നടത്തി വന്നാലും നമ്മൾ കടന്നിട്ടുണ്ടാവില്ല. ഇനി കടന്നെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി കൊണ്ട് നമ്മൾ മുകളിൽ പോയിട്ടുണ്ടാവും. കാരണം നമുക്ക് വേദന പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ അത്രയും വികസിച്ചില്ല. നമ്മുടെ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പ്രദായികമായിട്ട് കുട്ടികളെ വരച്ച വരയിൽ വിട്ട് എവിടെ വരയ്ക്കണം അവർ തീരുമാനിച്ചോളും. എന്നാലും നമ്മുടെ വിചാരം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കുറെ ബൊമ്മക്കുട്ടികൾ ഉണ്ടായാൽ അതാണ് പാരന്റിംഗ് എന്ന് നമ്മൾ എങ്ങനെയോ ധരിച്ചു വെച്ചിരിക്കും. അല്ല, എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ബൊമ്മക്കുട്ടിയല്ല കുഞ്ഞ്. മറിച്ച് ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. നമ്മളൊക്കെ വ്യത്യസ്തരല്ലേ? എന്നെ പോലെ സ്വഭാവം ഉള്ള ഒരാളുമില്ല. നമ്മളൊക്കെ വ്യത്യസ്തരാണ്. ഒരാളെ പോലെ മറ്റൊരാളില്ല. അപ്പോൾ എന്റെ ഇഷ്ടം നടപ്പിലാക്കാനുള്ള ബൊമ്മക്കുട്ടിയല്ല കുഞ്ഞ്. ഞാൻ പറയുന്നത് ചെയ്യണം. എന്തൊരു പിടി ബാലിശമാണെന്ന് നോക്കൂ. അമ്മയ്ക്ക് വയസ്സ് 28. ഞാൻ പറയുന്നത് ചെയ്യണം. ഇല്ലെങ്കിലോ
ഞാൻ തല്ലും, കുഞ്ഞിന് തിരിച്ചു തല്ലാൻ പറ്റാത്തത് കൊണ്ട് മാത്രം. ഇതാണോ ശരിക്കും പാരന്റിങ്? ഇതാണോ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടത്? ഒന്ന്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ചെറിയ കാലം തൊട്ട് നമ്മൾ ചെയ്യേണ്ട ചില പഥ്യമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള പ്രായമാകുന്ന സമയത്ത് സമയത്തെ ക്രമീകരിച്ച് അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കണം. നിങ്ങൾ വേർക്കുമ്പോൾ വേറെ സംഘടനയും അതിനുള്ള കഴിവ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുണ്ട്. 4 കൊല്ലം അമ്മയറിയാതെ മൊബൈൽ ഉപയോഗിച്ച കുഞ്ഞിനെ എനിക്കറിയാം. അമ്മയ്ക്ക് മനസ്സിലായില്ല, അച്ഛനും മനസ്സിലായില്ല. 4 കൊല്ലമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് അറിയില്ല, പക്ഷെ അവർ നിർത്തി ആ കുഞ്ഞിന്. അതുകൊണ്ട് നമ്മൾ പ്രകൃതിക്ക് സംഘടിപ്പിക്കാനുള്ള കഴിവ് ഇന്നത്തെ കുഞ്ഞിനുണ്ട്. നമുക്ക് കുഞ്ഞിനുടെ മുന്നിൽ ഒരു റോൾ മോഡലാകാൻ പറ്റുക. അതായത് മലർന്നു കിടക്കുന്ന കുഞ്ഞിന്റെ അടുത്ത് അമ്മ മലർന്നു കിടന്ന് മൊബൈൽ തോണ്ടെടുത്ത്, കമർന്ന് കിടക്കുന്ന കുഞ്ഞിന്റെ കൂടെ കിടന്ന് അമ്മ മൊബൈലിൽ തോണ്ടരുത്. കുട്ടിയെ മടിയിൽ പിടിച്ചിരുത്തി അമ്മ മൊബൈലിൽ അലസമായി ഉപയോഗം ചെയ്യുക. അമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മൂമ്മ ഒക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ. മുത്തശ്ശിയൊന്നുമില്ല, അതൊക്കെ പോയി. അതൊക്കെ പഴയ കാലത്താണ്. മുത്തശ്ശിയുടെ കയ്യിലുണ്ട് ഇതെല്ലാം. അത് വീട്ടിൽ വെച്ച് വന്നാൽ എന്തോ മുന്നിൽ ഇടിഞ്ഞു വീഴും എന്ന് വിചാരിച്ചിട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പോലും ഇത്ര മാറിയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര മാറും? നല്ല പോലെ ഒന്ന് ആലോചിക്കൂ. ഈ തലമുറയെ നമ്മൾ വളർത്തുന്നുവെങ്കിൽ, ഒന്നില്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് ഇവിടെ ഒരു 30-45 വയസ്സുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ ആദ്യം നമ്മൾ പഠിക്കണം. അവരെ പിടിച്ചു പിടിച്ച് 80 കൊണ്ടിരുത്തരുത്. ദയവ് ചെയ്ത് നമ്മൾ വളർത്തുന്ന സാഹചര്യത്തിൽ ദയവ് ചെയ്ത് അവരോട് പറയരുത്. ഇത് വായെടുത്തവർ, ഞാനൊക്കെ നിന്റെ വായുണ്ടല്ലോ എപ്പ കിട്ടിയെന്ന് വെച്ചാൽ വളരെ. നമ്മൾ ഏത് തലമുറയെ വളർത്തുന്നേ? നമ്മുടെ പഴയ കഥകളോ നമ്മുടെ പഴയ സങ്കടങ്ങളോ പഴയ ദാരിദ്ര്യമോ കേൾക്കാൻ അവർക്ക് സമയമില്ല. ചോദിച്ചാൽ മാത്രം പറയണം, ചുരുങ്ങിയ വാക്കിൽ പറയണം, എസ്സേ എഴുതൂ. കുട്ടികളെ ചോദിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി അനുസരിച്ച് കുട്ടികളോട് പെരുമാറണം. അതും ഇന്നത്തെ കാലത്തിൽ കുഞ്ഞുങ്ങളോട് അവരുടെ ചില രീതികൾ. 19 വയസ്സുള്ള BSc നഴ്സിംഗിന് പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. മൊബൈൽ ഫോണിൽ എല്ലാം വിക്രയമാണെന്ന് അറിയാം. അവൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോൾ അച്ഛൻ ഏറ്റവും നല്ല മൊബൈൽ ഫോൺ ആ കുഞ്ഞിന് വാങ്ങിക്കൊടുക്കും. അവനൊക്കെ മൊബൈൽ ഫോണിൽ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ ആദ്യം അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ ഇപ്പോഴും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നീ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഒന്നും കാണുന്നില്ലല്ലോ, നീ അത് ലൈക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. അതെ, ഞാനിപ്പോ ഉപയോഗിച്ച് കുറഞ്ഞു. അതെന്താ കാരണം? അച്ഛന് 53 വയസ്സ് പ്രായമുണ്ട്. എന്റെ അച്ഛനുണ്ടല്ലോ, ഞാൻ മൊബൈൽ ഫോണിൽ എവിടെ പോയാലും എന്റെ അച്ഛന് നോട്ടിഫിക്കേഷൻ വരും. അച്ഛനിക്ക് താൻ തോണ്ടാൻ മാത്രമല്ല, അലസമായി ഉപയോഗിക്കാനല്ല. എന്റെ കുഞ്ഞ് ഇതിൽ എവിടെയൊക്കെ പോയോ ആ പോയതിന്റെ മുഴുവൻ കടലും അച്ഛന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അച്ഛൻ വൈകുന്നേരമാകുമ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പറയും, നീ ഇൻസ്റ്റയിൽ 1.5 മണിക്കൂർ, യൂട്യൂബിൽ 60 മിനിറ്റ്, പിന്നെ ഗൂഗിളിൽ നീ സെർച്ച് ചെയ്തിട്ട് എന്റെ കയ്യിലുണ്ട്. നീ ആരെങ്കിലും പൈസ അയച്ചു കൊടുത്തോ, ആരെങ്കിലും നിനക്ക് പൈസ അയച്ചു തന്നോ, അതൊക്കെ അനുസരിച്ച് നീ 69 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഈ അച്ഛൻ 53-കാരനാണെങ്കിലും ഇന്നത്തെ അച്ഛനാണ്. എന്റെ കുഞ്ഞ് എവിടെ തന്നെ കൂടുമെന്ന് ഈ അച്ഛൻ അറിയാം. അതുകൊണ്ട് ഇന്നത്തെ കാലത്തിൽ അച്ഛനാകാൻ അമ്മയാകാൻ എന്ത് പറ്റുമോ? അതോ നമ്മൾ അവരെ പിടിച്ചു വെച്ച് നമ്മൾ വളർന്ന 80-കളിൽ 90-കളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഇതാണ് പാരന്റിങ് എന്ന് വിചാരിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നിൽക്കില്ല. മറ്റൊരു പ്രശ്നം, ഇന്നത്തെ ശരാശരി പാരന്റ് കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യുക. അതാണ് പാരന്റിങ് എന്ന് പറഞ്ഞാണ്ടല്ലോ, തരില്ല. എന്ത് പറഞ്ഞാലും ബ്ലോക്ക് ചെയ്യുക. നിങ്ങൾ ഒന്നും പറ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ഭാര്യയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അവൾ പറ്റില്ല എന്ന് പറഞ്ഞു, ശരി. രണ്ടാമതും പറഞ്ഞു പറ്റില്ല, നടക്കില്ല. മൂന്നാമതും പറഞ്ഞു നടക്കില്ല. 10 പ്രാവശ്യം പറഞ്ഞു നടക്കില്ല, ശരി. ഇനി നിങ്ങൾ പറയുമോ? ചിലപ്പോ നമ്മളൊരു ഈഗോ നമ്മൾ നിർത്തും. കാരണം ഞാൻ പറയുന്നത് മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്ന
റിജക്ട് ചെയ്യുന്ന ഒരാളോട് ഇനി ഞാൻ പറയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പലരും പറയുമ്പോൾ നമ്മൾ എല്ലാം ബ്ലോക്ക് ചെയ്യും, എല്ലാം ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഇനി നമ്മുടെ മുന്നിൽ മനസ്സ് തുറക്കില്ല. കൂട്ടുകാരോട് പറയും, കൂട്ടുകാരുടെ മാത്രമാണ് പറഞ്ഞോളൂ വേറെ. എന്നാലും ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളോട് ഈ എന്ത് പറഞ്ഞാലും ബ്ലോക്ക് ചെയ്യുന്ന സ്വഭാവമില്ലേ അത് മാറ്റി. പഴയ അച്ഛൻ്റെ ഒരു ടെക്നോളജി ഉണ്ട്, എനിക്കൊരു സൈക്കിൾ വേണം. കൂട്ടുകാരൊക്കെ സൈക്കിളിൽ പോകുമ്പോൾ എനിക്കൊരു ആശയമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു സൈക്കിൾ കിട്ടണം, സൈക്കിൾ വേണം. അത് അച്ഛനോട് നേരിട്ട് പറയാൻ ഭയമുള്ളതുകൊണ്ട് അമ്മയോടാണ് ആദ്യം പറഞ്ഞത്. അമ്മ പറഞ്ഞു, വലിയ പ്രശ്നമാണല്ലോ, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയില്ല, നീ പറയും. അമ്മ അടുത്തത് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ അല്ല സൈക്കിള് അതെ ഇപ്പം പറ്റില്ല, കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും അമ്മയുടെ അമ്മയോട് പറഞ്ഞു, അമ്മേ അല്ല അച്ഛൻ സൈക്കിള് വാങ്ങിയിട്ട്. ഞാൻ പറയില്ല, നീ തന്നെ പറഞ്ഞു. വീണ്ടും അമ്മയോട് തട്ടി. 4 പ്രാവശ്യം തട്ടിയിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ആ കാര്യമാണ് എനിക്ക് സൈക്കിൾ വേണ്ട. പക്ഷെ അച്ഛൻ ഒരിക്കലും ഇല്ലാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടും പുറത്തെ ചായക്കടയിൽ ഇങ്ങനെ ചെന്നാൽ, പഴയ കാലത്ത് ചായക്കടയിൽ ചെന്നാൽ പുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉടനെ പുട്ടവിടെ ഇല്ല, അദ്ദേഹം പുട്ടില്ല എന്ന് പറയില്ല, ഉടനെ പറയും അപ്പമുണ്ട് എന്ന് പറയും. അപ്പോൾ അവിടെ ഇല്ലാത്ത അവരൊരിക്കലും നോ പറയില്ല. അവരെപ്പോഴും ഉള്ള ഏതെങ്കിലും ഒന്നിന്റെ ഒരു സാധ്യതയെ കുറിച്ച് മാത്രമാണ് അന്നത്തെ നിരക്ഷരകുട്ടികളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ തനി ഗ്രാമീണൻ പറഞ്ഞിരുന്നത്. ഇന്നത്തെ ഒരു അച്ഛനും അമ്മയ്ക്കും ഇന്നത്തെ കുഞ്ഞുങ്ങളെ വളർത്താൻ അതിനുള്ള പ്രാപ്തി നമുക്കുണ്ടോ? നമ്മൾ 2025 പേരന്റാണോ അതോ നമ്മുടെ കുട്ടിക്കാലത്തെ പേരന്റാണോ? ഞാൻ ഇങ്ങനെയാ വളർന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെ വളരണം, ഞാൻ വളർന്ന കഥകളൊക്കെ കേൾക്കൂ. അപ്പൊ ആ വിഷയം അവസാനിപ്പിച്ചു. പ്രശ്നം കുഞ്ഞുങ്ങളല്ലാന്ന് പറയാനാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. നമ്മൾ മൊത്തത്തെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ നടക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ നന്നാക്കാനൊക്കെ നിർത്തിയിട്ട് ഒരു നല്ല പാരന്റ് ആവും. നല്ല അച്ഛൻ, നല്ല അമ്മ. ആരാ നല്ല അച്ഛൻ, ആരാ നല്ല അമ്മ? നല്ല അച്ഛനും അമ്മയ്ക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ആ 2 കാര്യം ചെയ്താൽ നിങ്ങൾ നല്ല അമ്മയും നല്ല അച്ഛനുമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, എന്റെ കുഞ്ഞുങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതവും ചെയ്യില്ല. ഏതൊന്നാമത്തെ? എന്റെ മക്കൾ ഞാൻ ചെയ്യരുത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി നോക്കുക. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയാകരുത്, ഇത് ഞാൻ ചെയ്യരുത്. അലസമായിരുന്ന വീട്ടിൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ തപ്പിക്കളിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഇതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവരോട് സംസാരിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകും. അത് ജയിപ്പിച്ചത് മീഡിയ അല്ല, നിങ്ങളാണ്. നിങ്ങൾ മീൻസ് അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി, മക്കൾ. അത് 3, 4, 5, 6, 7 വയസ്സുള്ള കുട്ടികൾക്കാണല്ലേ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ കുട്ടികൾക്ക് മാത്രം ഉണ്ടാവില്ലേ? അപ്പൊ ഈ ആഗ്രഹം ജനിപ്പിച്ചതാര്? നമ്മളെ. എന്നിട്ട് നമുക്ക് മടുത്ത് നമ്മൾ ആ മൊബൈൽ ഫോൺ ആ ടീപ്പോയിൽ വെച്ച് നമ്മൾ പണിക്ക് പോയപ്പോൾ കാത്തിരണ്ടവനത് കിട്ടിയ സന്തോഷത്തോടെ ഉടനെ എടുത്ത് അവൻ തുറന്ന വഴിക്കുണ്ടല്ലോ ഒരു വഴിയെടുത്ത് കുഞ്ഞിനെ തല്ലി. സത്യത്തിൽ ആരെ തല്ലേണ്ടത്? ശരി, ആരെ കുഞ്ഞിനെ കൊണ്ട് കള്ളം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്? ഇത് പ്രേരിപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് കള്ളങ്ങൾ ചെയ്യിച്ചിട്ട് ആ കുഞ്ഞിനെ പോയി തല്ലുന്ന നമ്മളുടെ ഈ സ്വഭാവം, ഇതൊരു വിചിത്ര സ്വഭാവമല്ലേ? അല്ലേ? കുഞ്ഞുങ്ങളെ കുറിച്ച് പാവങ്ങൾ അവർക്ക് വർണ്ണാഭമായി വിസ്മയം കാണിക്കുകയും കാണുമ്പോൾ എനിക്കും ഇത് കിട്ടിയാൽ കൊള്ളാം എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ എന്റെ അവർ 3 വയസ്സുകാരിക്ക് 4 വയസ്സുകാരിക്ക് എന്തറിയും? പക്ഷെ അവരെ പ്രേരിപ്പിക്കുന്നത് നമ്മളാണ്. നമ്മളാണ് ഈ സ്വഭാവത്തിലേക്ക്, പെരുമാറ്റത്തിലേക്ക് മക്കളെ. ഇനി അവർ ഒരു 8, 10, 15 വയസ്സാവുമ്പോൾ അപ്പൊ നമുക്ക് പ്രശ്നമായി. ഇത് മുമ്പേ ചെയ്തതാരാ?
നമ്മളാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ചെയ്യരുത്. നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ചെയ്യണം. നിങ്ങളുടെ മക്കൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കൂ. നിങ്ങളുടെ മക്കൾ അച്ഛനമ്മമാരോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കണം. എങ്കിൽ നിങ്ങളുടെ അമ്മായിയമ്മയോടും അമ്മായിയച്ഛനോടും ബഹുമാനത്തോടെ സംസാരിക്കണം. അവരുടെ പെരുമാറ്റം കണ്ട് എങ്ങനെയാ പറ്റുക? നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ എങ്ങനെ കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റുക? നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയും മറ്റുള്ളവർ ചെയ്യുന്നത് എങ്ങനെ തെറ്റാവുന്നേ? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ മാതൃകയാണ്, റോൾ മോഡലാണ്. അച്ഛനും അമ്മയുമാണ് റോൾ മോഡൽ. ഏതെങ്കിലും സിനിമാ നടനോ സിനിമാ നടിയൊന്നും അല്ല റോൾ മോഡൽ. എന്റെ അമ്മയും അച്ഛനും ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. ആ സ്വഭാവം എന്തായാലും ഉണ്ടാകും. ഞാൻ എത്ര മാറ്റാൻ ശ്രമിച്ചാലും എന്റെ ഉള്ളിൽ ആ ഒരു രക്തത്തിന്റെ സ്വഭാവം ഞാൻ കാണിക്കും. അതെന്റെ ജന്മസിദ്ധമായ എന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ മക്കൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ജീവിതത്തിൽ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു ബാഗില്ലേ? ഈ ബാഗിൽ ഏറ്റവും അധികം എന്താ? ചോദിക്കട്ടെ, ആരുടെയെങ്കിലും ബാഗിൽ ഒരു പുസ്തകമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കിട്ടിയാൽ ഞാൻ 5 മിനിറ്റ് മൊബൈലിൽ തോണ്ടുകയും 5 മിനിറ്റ് ഞാൻ എന്തെങ്കിലും വായിക്കുകയും ചെയ്യും. അങ്ങനെ ആർക്കുണ്ട് സ്വഭാവം? ചിലരുടെ ബാഗിൽ ചിലപ്പോൾ 70 സഹസ്രനാമത്തിന്റെ ഒരു പുസ്തകം കാണാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു പുസ്തകം. അമ്മയുടെ ബാഗ് പരിശോധിക്കുന്ന ഒരു കുഞ്ഞ് അതിലൊരു പുസ്തകം കണ്ടു. പക്ഷെ ആ ബാഗിൽ എന്തായാലും കുറെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ എന്റെ നാട്ടിൽ വരണം എന്റെ സുഹൃത്തെ. അതിനെന്താ ഉള്ളത്? അപ്പൊ നമുക്കില്ലാത്ത സ്വഭാവം എങ്ങനെയാ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുക? കയ്യിൽ ആ ബാഗിൽ എപ്പോഴെങ്കിലും ഒരു പുസ്തകം, ചെറിയ വലിയ കനൊന്നും വേണ്ട, 10 പേജ് 20 പേജ്, എപ്പോഴും സമയം കിട്ടിയോ അവർ ചെയ്തപ്പോൾ ഒന്ന് വായിക്കുക. നിങ്ങൾ വായിക്കുന്നത് കൊച്ചു കുട്ടികൾ അടുത്തിരുന്ന് കാണുന്നു. നിങ്ങൾ മൊബൈലിൽ തോണ്ടുന്നത് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിന് അവർക്ക് പ്രേരണയുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ വായിക്കുന്നത് അവർ കണ്ടാൽ വായിക്കണമെന്ന പ്രേരണയും അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതൊരു സാമൂഹികമായ ഒരു ഗുണമല്ലേ? നമ്മൾ ചെയ്യുന്നുണ്ടോ? ചെയ്യണ്ടേ? ഇന്നലെയൊക്കെ പോട്ടെ, നമ്മൾ വീട്ടിലിരുന്ന മക്കൾ കാണല്, അവർ ഉറങ്ങിയിട്ടല്ല, മക്കൾ കാണല്, നിങ്ങൾ 1-2 മണിക്കൂർ വീട്ടിലിരുന്ന് വായിക്കൂ. കുട്ടികൾ പതുക്കെയെങ്കിലും അനുകരിക്കില്ലേ? അവർക്ക് മാതൃകയുണ്ട്. സത്യത്തിൽ അച്ഛനും അമ്മയും നല്ല പ്രേമത്തോടു കൂടി, എന്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയങ്ങളിൽ എന്റെ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അമ്മ അവിടെ കിടക്കട്ടെ, അച്ഛൻ എടുത്തു തരാൻ വെള്ളം, ചായ അച്ഛൻ വെച്ച് തരാം, അമ്മയ്ക്ക് വയ്യ, അമ്മ കിടക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് തന്റെ ഭാര്യയെ, കുഞ്ഞുങ്ങളുടെ അമ്മയെ നല്ലപോലെ ശുശ്രൂഷിക്കുന്ന ഒരു അച്ഛന്റെ മക്കളാണെങ്കിൽ അവർ വളർന്നു വലുതായാൽ അവരുടെ ഭാര്യമാരെ ഇതേപോലെ പരിചരിക്കില്ല. ആ പാവം ഒരു സ്ത്രീ ശരീരം 1 മാസം അനുഭവിക്കുന്ന വേദനയുടെ 10 ഒരു പുരുഷൻ അനുഭവിച്ചാൽ അവരപ്പറ്റാക്കൊന്നില്ലാവും. എത്ര കാലം ഇവർ ഈ വേദന അനുഭവിക്കുന്നു? ഈ വേദന മുഴുവൻ അനുഭവിക്കുന്നതും എന്റെ ഭർത്താവ്, കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മയെ അത്ര കണ്ട് പ്രതിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ആ അച്ഛന്റെയും അമ്മയുടെയും മക്കൾ മറ്റുള്ളവർക്കൊക്കെ ഒരു വിഷമം വരുമ്പോൾ അവരെ പോയി സഹായിക്കില്ലേ? സ്വന്തം അമ്മ, സ്വന്തം ഭാര്യ അവൾക്ക് വയ്യാതെ വരുന്ന സമയത്ത് ആ കുഞ്ഞിനെ സഹായിക്കില്ലേ? ഒരു ഗ്ലാസ് ചൂടുവെള്ളം വെച്ച് കൊടുക്കില്ലേ? ചെയ്യും. പക്ഷേ നമ്മൾ ഇത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടില്ല. അച്ഛൻ ഒട്ടും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇവരുടെ കുഞ്ഞുങ്ങളെ കുറ്റം പറയാണ് സ്വാർത്ഥന്മാരാണ്, സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂ. അച്ഛനുണ്ട് ഈ പരാർത്ഥത്തെ കുറിച്ചുള്ള ചിന്ത. അച്ഛൻ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ആലോചിക്കൂ, നമ്മൾ നല്ല ടാലന്റ് ആകുന്നത് കുട്ടികളെ വഴക്കു പറയുമ്പോഴല്ല.
നമ്മൾ നല്ല പേരുണ്ടാകുന്നത് കുഞ്ഞുങ്ങളെ വരച്ച വരകൾ വെക്കുമ്പോഴല്ല. നമ്മൾ നല്ല പേരുണ്ടാകുന്നത് കുഞ്ഞുങ്ങളെ ഉപദേശിക്കുമ്പോഴല്ല. മറിച്ച് നമ്മൾ നല്ല പേരുണ്ടാകുന്നത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതോ അത് നമ്മൾ സങ്കോചമില്ലാതെ മടിയില്ലാതെ വളരെ തുറന്ന മനസ്സോടുകൂടി ആ കാര്യം ചെയ്യുക. അവർ ചെയ്യാത്ത കാര്യങ്ങൾ എന്തുണ്ടോ അത് നമ്മൾ ചെയ്യുക ഉത്തരവും. ഇപ്പോഴും ഞാൻ നല്ല പാരന്റാണ്. 100-ലാണ് മാർക്കെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? ഔട്ട് ഓഫ് 100 എത്ര മാർക്ക് കിട്ടും? 99 കിട്ടുമോ? 98 കിട്ടുമോ? 70 കിട്ടുമോ? 50 കിട്ടുമോ? 10 മാർക്ക് കിട്ടുമോ? ഇത്രയെങ്കിലും കുഴപ്പമില്ലല്ലോ നമ്മുടെ മക്കൾ. നമ്മളായിട്ട് എന്തായാലും ഈ സ്വഭാവം ഉണ്ടാക്കിയതല്ല, ഈശ്വര കൃപ മുജ്ജന്ന സുഹൃതം. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഇത്രയും നന്നായി കിട്ടിയില്ലേ, നമ്മൾ ഗൃഹസേവനം ആകെ ചെയ്ത് പല മെറ്റീരിയലൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാങ്ങിക്കൊടുക്കണമല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം കൂടി ഓർക്കണം. നമ്മൾ നല്ല പേരന്റ് ആകുന്നത് കുഞ്ഞുങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് എന്ത് വേണോ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന അമ്മയും അച്ഛനുമാകുക. അല്ലാതെ അമ്മ എപ്പോഴും മൊബൈൽ ഫോണിലാണ്, ഒന്നും ചെയ്യാൻ വെറുതെ എടുത്തു കൊടുക്കാൻ. ആരെ റിസൾട്ട് അയച്ച് ഇവൻ കണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളാ. അമ്മ എപ്പോ ഫോൺ ഉണ്ടെങ്കിലും വെച്ചോ അപ്പൊ കളിഞ്ഞ അമ്മയെ കൊണ്ട. ആ നിങ്ങൾ തന്നില്ലെങ്കിൽ അത് വെക്കൂ, ഒരു പ്രശ്നം ഉണ്ടാവും. എന്തിനാ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നേ? എന്തിനാ ഈ പാവങ്ങളെ ഇങ്ങനെ പരിചരിക്കുന്നേ? നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങളുടെ അച്ഛനല്ലേ? എന്നോട് ദേഷ്യം തോന്നരുത്. പക്ഷെ കുറച്ചൊരു വിവേകതായിരിക്കും. ഞാൻ ഏത് സ്ഥാനത്താണെന്നൊന്ന് ഓർക്കൂ. ഒരു വലിയ തലമുറയെ സൃഷ്ടിച്ച് നാളെ സമൂഹത്തിൽ സംഭാവന ചെയ്യേണ്ട ഞാൻ ഇന്ന് ചെയ്യുന്ന ഇതൊന്നും ബോധപൂർവമല്ലാന്ന് എനിക്കറിയാം. ഇത് അബോധ മനസ്സിൽ ഉണ്ടാകുന്നതാണ്. അബോധ മനസ്സിൽ ഉണ്ടാകുന്നത് നമ്മുടെ സ്വഭാവമാണ്. ശരി, മൂന്നാമത്തെ കാര്യം നോക്കൂ. നമ്മുടെ ധർമ്മം നമ്മുടെ വീടുകളിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന ധർമ്മം നല്ല പോലെ നമ്മൾ ഓർത്തു നോക്കൂ, നമ്മുടെ തന്നെയാണോ? അല്ല. എങ്ങനെയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങൾ, അതായത് സെമിറ്റിക് മതങ്ങൾ അവരുടെ എന്തൊക്കെ ചെയ്യുന്നത് അതൊക്കെ സനാതന ഹിന്ദു തന്റേതാണെന്ന് വിചാരിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മളൊന്നും സനാതന ഹിന്ദു അല്ല, സെമിറ്റിക് ഹിന്ദുവാണ്. എന്താ സെമിറ്റിക് ഹിന്ദു? ക്രിസ്ത്യാനിയുടെ ഈശ്വര വിശ്വാസം എന്താണോ അത് തന്നെയാണ് ഹിന്ദുവിന്റെ ഈശ്വര വിശ്വാസം. അത് നല്ലതല്ലേ? അവരെ സംബന്ധിച്ച് അത് നല്ലതാണ്. അവർ ഏറ്റവും നന്നായി അത് ജീവിക്കാം. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ പൂർവികന്മാർ ചെയ്തു കഴിഞ്ഞ ചില വഴികളുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങൾ അത്രയും നമ്മളോട് പറഞ്ഞ ചില മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. ഇവ നോക്കൂ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ സത്യസന്ധമായി പറയണേ. എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി ഉച്ചയ്ക്ക് 12 മണിക്ക് നടയൊക്കെ അടച്ച് പൂജയൊക്കെ കഴിഞ്ഞു. ഈ പാവം എന്തോ ആലോചിച്ച് നടക്കുക. അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ നടയിൽ കഴിഞ്ഞ് അമ്മ കുറച്ച് 50 മീറ്റർ പോയപ്പോൾ അമ്മ ആലോചിച്ചത്, അയ്യോ തൊഴുതില്ല. അമ്മയ്ക്ക് ഭയമായി. തൊഴുതില്ലെങ്കിൽ എനിക്കൊരു അപകടം പറ്റൂ, എന്നോട് ദേഷ്യം തോന്നും. പാവം തിരിച്ചു വന്ന് ഒരു 4 എണ്ണം തിരിച്ചു വരും. ഇത് ഏത് മതമാ? ഇത് ഹിന്ദു ധർമ്മമല്ല, ഇത് സനാതനമല്ല, ഇത് സെമിറ്റിക്കാണ്. അവനാണ് ഈശ്വരനെ ഭയം. അവന്റെ ഈശ്വരന്റെ അടുത്ത് പോയില്ലെങ്കിൽ, അവൻ വിശ്വസിച്ചില്ലെങ്കിൽ അവനെ നിത്യ നരകത്തിലേക്ക് പറഞ്ഞേ. അവൻ കൃത്യമായി ചെന്നില്ലെങ്കിൽ അവനോട് വിരോധം. നമുക്ക് അങ്ങനെ വല്ലതുമുണ്ടോ? നിങ്ങൾ ചെന്നാലും ചെന്നില്ലെങ്കിലും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമ്മുടെ സർവേശ്വരൻ സദാസമയവും നമ്മളെ സംരക്ഷിക്കുന്ന ഭാവമാണ്, സദാശിവനാണ്. ഈ സൃഷ്ടിയും
ഈ പരിപാലനവും ഈ സംഹാരവും ഈ തിരോധാനവും ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ട സമയത്ത് ചെയ്യുന്ന സദാശിവഭാവമാണ് നമ്മൾ ഈശ്വര സങ്കല്പം. നിത്യ പ്രേമമാണ് ഈശ്വരൻ. അല്ലാതെ ഈശ്വരൻ ഒരിക്കലും ഒരു കണക്കുകളുടെ പതിയും എടുക്കില്ല. മുഖത്ത് തുറന്ന് നമ്മൾ ചെയ്യുന്ന ഓരോന്നും ഇങ്ങനെ എഴുതണം. ശരി, ഇത് അത് ഇങ്ങനെ കണക്കൊക്കെ എഴുതി ഒരു കണക്കപ്പിള്ളയുടെ പോലെ നിങ്ങളുടെ പുണ്യ പാതകളൊക്കെ ലിസ്റ്റ് എഴുതി നിങ്ങളെ കുറെ പേരെ നരകത്തില്, കുറെ പേർക്ക് ചാട്ടവാറയിൽ, കുറെ പേർക്ക് സ്വർഗം. ഇതെന്താ വല്ല CA കഴിഞ്ഞ ആളാണോ നമ്മുടെ ഈശ്വരൻ? ഇതാണോ ഈശ്വരന്റെ പണി കഴിഞ്ഞത്? ഇതാണ് സെമിറ്റിക് മതങ്ങളുടെ ഈശ്വരൻ. ഹിന്ദുവിന്റെ ഈശ്വരൻ നമുക്ക് എന്ത് വേണമെങ്കിലും സദാസമയം തരുന്ന ഭാവമാണ്. അതുകൊണ്ട് നമ്മുടെ ഈശ്വര ഭയമല്ല, ഈശ്വര പ്രേമമാണ്. ദയവ് ചെയ്ത് ഈശ്വരനെ ഭയത്തോടുകൂടി കാണരുത്, മക്കളോട് പറയരുത്. ഒരു ഈശ്വര ഭയങ്കര ഉണ്ടാകുന്നതാ പറയുന്നു. ഈശ്വരനെ ഭയക്കേണ്ട സാധനമാണോ? അത് നിത്യ പ്രേമമാണ്, നിത്യശുദ്ധനാണ്, അത് ജ്ഞാനമാണ്, അറിവാണ്, എന്റെ കൂടെ സദാ സർവത ഉള്ള ശക്തിയാണ്. ആ ശക്തി ഒരിക്കലും എന്നെ അപായപ്പെടുത്തില്ല, എന്നെ നരകത്തിലയക്കില്ല. എനിക്ക് വേണ്ടത് ആ സമയം എനിക്ക് വേണ്ടത് തരുന്ന സർവേശ്വരനാണത്. ആ ഈശ്വരൻ എനിക്ക് സർവത്ര, ചിലവരുടെ സുഹൃത്തായിരിക്കും, ചിലപ്പോൾ എന്റെ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും. എനിക്ക് വേണ്ട സമയം വേണ്ടവർ തരുന്ന അർജുനന്റെ കൂടെ ശ്രീകൃഷ്ണൻ ആ പാർത്ഥ സാരഥി ഉള്ളതുപോലെ ആ ഈശ്വരൻ നമുക്ക് വേണ്ടത് തരും. ഭാഗവതത്തിൽ പ്രഹ്ലാദനോട് അമ്മ കയാത് ചോദിക്കുന്ന ഒരു ചോദ്യം. പ്രഹ്ലാദന്റെ അച്ഛനായ ഹിരണ്യകശിപു, പ്രഹ്ലാദൻ 5 വയസ്സുള്ള കൊച്ചു കുഞ്ഞ്. ആ കുഞ്ഞിനെ അച്ഛനായ ഹിരണ്യകശിപു എത്രയാ പീഡിപ്പിക്കുന്നേ. വലിയ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് ആ ശരീരത്തെ മുറിച്ചില്ലേ. ചീറിയടിക്കുന്ന കടലമാലവേക്ക് ആ കുഞ്ഞിനെ വധിച്ചെറിഞ്ഞില്ലേ. പഞ്ചാഗ്നി മധ്യത്തിലേക്ക് ആ കുഞ്ഞിനെ വധിച്ചെറിഞ്ഞില്ലേ. മതയാനയുടെ കുഞ്ഞിനെത്തി വധിച്ചെറിഞ്ഞില്ലേ. കാളപൂർണ്ണ വിശ്വാസിക്കുന്ന സർപ്പത്തിന്റെ മാളത്തിന് പുറത്തെറിഞ്ഞില്ലേ. ആ കുഞ്ഞതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ആരുപദ്രവിക്കാൻ വന്നാൽ സഹായിക്കാൻ ഒരു സർവേശ്വരനുണ്ട് എന്ന അചഞ്ചലമായ വിശ്വാസമുള്ള ആ കുഞ്ഞ് ഈ പീഡകളൊക്കെ അനുഭവിച്ച് അച്ഛന്റെ മുന്നിൽ ചിരിച്ചിരിക്കുമ്പോൾ അമ്മയായ കയാറ് പറയും, എന്റെ കുഞ്ഞേ പ്രഹ്ലാദ, നീ ഒന്ന് നിന്റെ ഭഗവാനെ വിളിച്ചൊന്ന് കരയണ, ഒന്ന് സഹായം ചോദിക്കണ. നീ ചോദിച്ചാൽ നിന്റെ ഭഗവാൻ നിനക്ക് തരും. നിന്റെ ശ്രീഹരി, നിന്റെ നാരായണൻ, നിന്റെ ലക്ഷ്മീവല്ലഭൻ, ആ ജഗദ്ബാഹു സാക്ഷാൽ മഹാവിഷ്ണു, ആ വിഷ്ണു നിന്റെ കൂടെയില്ലേ, നീ ഒന്ന് ചോദിക്കൂ. 5 വയസ്സിലാണ് എന്റെ വിശുദ്ധവാൻ ഉത്തരവുണ്ടോ? അമ്മ, രക്ഷിക്കേണ്ടവന് രക്ഷിക്കണമെന്ന ബോധമുള്ള കാലത്തോളം രക്ഷിക്കണേ എന്ന് ഞാൻ ചോദിക്കണോ അമ്മ? ഈ 5 വയസ്സുകാരന്റെ സനാതനമായ ഭക്തി നമുക്കുണ്ടോ? നമുക്ക് സംശയമാണ്. ഈശ്വരൻ തരൂ, തരില്ല, ചോദിച്ചില്ലെങ്കിൽ തന്നു പോയിക്കുമ്പോൾ. ഇത് നമ്മുടെ സ്വഭാവമാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്. ഭർത്താവ് വീട്ടിൽ കയറി വന്നിരുന്ന 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്നാലും എനിക്കൊരു ചായ തമ്മിൽ തരുമോ? അതിന് ചോദിച്ചു തരും, ചോദിച്ചില്ല. ഇത് നമ്മുടെ സ്വഭാവമാകും. ചോദിച്ചാൽ തരില്ല, എന്നിവ തരില്ല. നമ്മുടെ സ്വഭാവ വൈചിത്രം മുഴുവൻ ഈശ്വരനെ അടിച്ചേൽപ്പിച്ച് സെമിറ്റിക് മതങ്ങളെ പോലെ നമ്മൾ നമ്മുടെ ഈശ്വരനെ ഭയത്തോടെ കാണരുത്. നമ്മുടെ ഈശ്വരൻ നമുക്ക് വേണ്ടത് തരും, യഥാസമയം തരും. ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, നമ്മുടെ ഈശ്വരൻ പ്രേമമാണ്, സ്നേഹമാണ്, സർവ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ സദാ സംരക്ഷിക്കുന്നുണ്ട്. അല്ലാതെ ഏതോ ലോകത്തിലേക്ക് ഇരുന്ന് നമ്മുടെ പുണ്യ പാപ കർമ്മങ്ങളൊക്കെ എഴുതി നമ്മൾ ശിക്ഷിക്കുന്നവരല്ല. രക്ഷിക്കുന്നവരുടെ പേരാണ് ഈശ്വരൻ, ശിക്ഷിക്കുന്നവർ ഈശ്വരനല്ല. രണ്ടാമത്തെ മുമ്പ് നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ ഇന്ന് അവർ എന്ത് ചെയ്യുന്നത് അത് തന്നെ നമ്മളും ചെയ്യണം. ഉദാഹരണത്തിന് വിവാഹം മാത്രമേ ഉള്ളൂ.
നിങ്ങൾ ഇരിക്കുന്നവരിൽ 80% പേര് വിവാഹം കഴിച്ചവരല്ലേ? വിവാഹത്തിൽ ഒരു പുണ്യമായ കർമ്മമുണ്ട്, അതിന്റെ പേര് ഗൃഹസ്ഥാശ്രമ പ്രവേശം എന്നാണ്. ഒന്ന് പറഞ്ഞേ, ഗൃഹസ്ഥാശ്രമ പ്രവേശം. ഒന്ന് പറഞ്ഞോക്കിയേ, ഗൃഹസ്ഥാശ്രമി എന്നോ ശ്ര ശ്ര ശ ശ്ര ഗൃഹസ്ഥാശ്രമ പ്രവേശം. പറഞ്ഞേ, സ എന്ന അക്ഷരം ഇട്ട് നമ്മൾ അത് സ്ര, ശരി, സമ്മതിക്കും. ഷ എന്നാണെങ്കിൽ അത് ശ്ര ആണ്, ശ്രീരാമനാണ്, ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനോ? വിളി കേൾക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ പേര് വിളിച്ചാലേ നമ്മൾ വിളി കേൾക്കുള്ളൂ. ശ്രീകൃഷ്ണനോ ശ്രീരാമനോ അല്ല, ശ്രീകൃഷ്ണനും ശ്രീരാമനുമാണ്. ഹരിശ്രീ അല്ല, ഹരിശ്രീ. അതിനെ അപ്പോഴും വിദ്യാഭ്യാസമുള്ളത്. ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു. ശ്രീ, ശ്രീ അല്ല, ശ്രീ ഗുരുഭ്യോ നമ. ഗൃഹസ്ഥാശ്രമ പ്രവേശം മലയാളത്തെ കൊല്ലെടുത്തു. നമ്മുടെ അമ്മയാണ് മാതൃഭാഷ. ഈ ഗൃഹസ്ഥാശ്രമ പ്രവേശം നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഉച്ചയ്ക്ക് വസുദേവന്റെ വീട്ടിൽ നിന്ന് അല്ലേ, അതോ ഒരു വിളക്കൊക്കെ പിടിച്ച് നമ്മൾ വീട്ടിൽ കയറുന്ന സമയമില്ലേ, 1:30 മണിയോ 2 മണിയോ ഒക്കെ. ആ കേറുന്ന കാലം ആലോചിച്ച് നോക്കി. എല്ലാവരുടെയും ശ്രദ്ധ നമ്മുടെ മേലാണ്. അങ്ങനെ ആ സെയിം ഡ്യൂട്ടി ആയ പെൺകുഞ്ഞ് 1.5 കിലോ വെയിറ്റുള്ള കാഞ്ചീപുരം പട്ടും ധരിച്ച്, അപ്പൊ തന്നെ നടക്കാൻ വയ്യ, കാരണം സ്ലിം ആയാലും ഡ്യൂട്ടി ആവുന്നൊരു തെറ്റായ ചിന്ത വന്നിട്ടുണ്ട്. അതിനുവേണ്ടി മെലിച്ചോളാണെന്ന് കുട്ടികൾക്കൊക്കെ മെലിഞ്ഞ് എഴുതി ആ എന്താ പറയാ മാംസം ഇല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയാണ്. അപ്പൊ അതാണ് സൗന്ദര്യം കേട്ടോ. ഈ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും അബദ്ധം ധാരണയുള്ള ഒരു തലമുറയായിരുന്നു. ഒരു തരം അപകർഷത ബോധവും പേര് തകർക്കുന്ന പുതിയ തലമുറയാണ് വിവരണ്ട്. അതെ, ശരിയാണ്, വിവരണ്ട്. സംസ്കൃതത്തിലെ വിവരാണെങ്കിൽ പൊള്ളാനാണോ? അപ്പൊ പൊള്ളാനാണോ? ഏതാണ് ഈ പെൺകുഞ്ഞെ കയറാൻ നേരത്ത് ആ വീട്ടിൽ ആരെയും വിളക്ക് തയ്യാറാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു 3, 4, 5 കിലോയുള്ളൊരു വിളക്കകത്ത് പോകും. ആരായിരിക്കും? അതിലെ 1/2 ലിറ്റർ എങ്കിലും വെച്ചിട്ടുണ്ടോ? അപ്പൊ ആ ആട്ടം പൊറുക്ക് നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, എത്ര മന്ത്രി തിരിവിട്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾ പറ, ആരായിരിക്കും അത് തയ്യാറാക്കിയിട്ടല്ലോ? ഇവിടെ ചിരി കാലം എനിക്ക് മനസ്സിലായി. ആരായിരിക്കും? അതന്നെ, ആ തിരി തരണം. ഈ നിറച്ച് എണ്ണയൊഴിച്ച് ആ തിരിയും തുമ്പി അത് താഴേക്ക് നിന്ന് അത് വിട്ടുപോകണം. അത് കെട്ടിട്ട് വേണം ഈ കുഞ്ഞിന്റെ മേല് പിന്നെ പഠിച്ചു കയറാൻ. നീ കാലെടുത്ത് വെച്ച അമ്മ ഒരു തുടങ്ങിയിട്ടുള്ള മനസ്സിനെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ അത് പറഞ്ഞ് അതിനെ ബന്ധിപ്പിക്കുക. എന്നിട്ട് വയസ്സാം കാലത്ത് പറയാ എന്നെ മരുമോന്ന് നോക്കുകയില്ല, നിങ്ങളെ നോക്കില്ല. നിങ്ങൾ അതാ കൊടുത്തിട്ടുള്ളത്. ഏതോ വീട്ടിൽ നിന്ന് ഏതോ അച്ഛനമ്മമാർക്ക് തിരിച്ച് എടുത്തുള്ളതായ അനുഭവങ്ങളിൽ പോലും നമ്മുടെ വീട്ടിൽ വരുന്ന ആ കുഞ്ഞിന്റെ മാനസിക ഭാവങ്ങളിലും ചിന്തിക്കാൻ പറ്റാത്ത ഈ അമ്മ ആ കുഞ്ഞിനെ മകളായി കണ്ട് അവരെ ആ വീടിന്റെ പശ്ചാത്തലവും വീടിന്റെ വ്യക്തികളുമായി അവരെ സമരസപ്പെടുത്താൻ പരിശ്രമിക്കേണ്ട അമ്മ, ഞാനും ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ എനിക്ക് സാധിക്കാത്ത എനിക്ക് കിട്ടാത്തത് ഇങ്ങനെ കൊടുക്കേണ്ട അമ്മ മകളായി കണ്ട് ഈ വീടും എല്ലാ ശീലവും വീടിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കേണ്ട അമ്മ, വ്യത്യസ്ത വൈകാരിക ഭാവതയിലുള്ള പെൺകുഞ്ഞ്, വ്യത്യസ്ത സാഹചര്യത്തിൽ ജനിച്ച പെൺകുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ ഒരമ്മയില്ലാത്തതിന്റെ വലിയ കഷ്ടം നമ്മുടെ വീടുകളിലുണ്ട്. അമ്മായിയൊന്നും പത്രാശരാണ്ടായിരുന്നു. ഒരു അമ്മയുണ്ടോ? എന്റെ മകൾക്ക് എന്റെ മകനെ പുനർജനിപ്പിക്കാവുന്നവളാ. എന്റെ മകനെ സ്വയം ജനിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവനെ പുനർജനിപ്പിക്കാൻ സ്വന്തം ശരീരം അത്രയും നശിപ്പിക്കാൻ വന്നതാക്കുന്നു. ഒരു പെൺകുഞ്ഞിനെ ഗർഭധിച്ചു എന്ന് പറഞ്ഞാൽ ആ ശരീരം മൊത്തം നശിച്ചു. ആരുടെ വേണ്ടി? പുരുഷന് വേണ്ടി.
അവനെ പുനർജനിപ്പിക്കാൻ തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം, തന്റെ ഭംഗി അതുവരെ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് വന്ന എന്റെ ശരീരഘടന മൊത്തം ആ പുരുഷാലേക്ക് സമർപ്പിച്ച ആ പെൺകുട്ടി എന്റെ മകനെ പുനർജനിപ്പിക്കാൻ വന്ന ത്യാഗം ചെയ്യുന്ന കുഞ്ഞിനോട് കുറച്ചൊരു കരുണ കാണിച്ചുള്ളൂ. ഈ നാട്ടിലെ വേഗത്തെ അപ്പൊ എല്ലാം കണ്ടവരാണ്. ഇവിടെ സ്നേഹം മാത്രമുള്ള അമ്മായിമാരോ എന്താ നാട്ടിലെ അടിയൊക്കെ നിങ്ങൾക്ക് പറയാം. കുട്ടികളൊക്കെ പ്രശ്നമാണ്. പുതിയ തലമുറ കാണുമോ നിങ്ങൾ എന്തുവാണ്? എനിക്കൊരു ഡിവോഴ്സ് കേസ് അറിയാം, സുന്ദരമായ ഡിവോഴ്സ് കേസ്. ഈ പെൺകുട്ടി വളരെ സോഷ്യലാണ്, നല്ല കുഞ്ഞാ. അവളാ വീട്ടിൽ വന്ന് വീടിന്റെ ജോലിയൊക്കെ കൊണ്ടൊക്കെ അമ്മ തന്നെ ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞ് രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ജോലിക്ക് പോയി. അപ്പോൾ പരിചയമുള്ള സുഹൃത്തുക്കളെയൊക്കെ ഫോൺ വിളിക്കുക. അമ്മായിയമ്മ മറ്റേ ബംഗളൂരിലൊക്കെ മേടിച്ചു കേൾക്കാത്ത ജോലിക്ക് പുതിയ ഓപ്പറേറ്റർക്ക് പുതിയ പല യന്ത്രങ്ങൾ തെറ്റിങ്ങനെ കാത്തോർത്തിരിക്കുക. അപ്പോഴാണ് ഈ പെൺകുഞ്ഞിന്റെ കൂടെ ജോയിൻ ചെയ്ത ധരിച്ച ഒരു മുസ്ലിം പയ്യനുണ്ട്. നല്ലൊരു ആളെല്ലാം അറിയാം, നല്ല മുട്ടുകൻ, എല്ലാ സത്സ്വഭാവങ്ങളും ഉള്ളൊരു കുഞ്ഞാണ്, നല്ല ദൃഢവിശ്വാസിയാണ് ആളുകൾ. അപ്പൊ അവനെ ഈ പെൺകുട്ടി പിടിച്ചു. സൗഹൃദം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, നിലനിർത്തേണ്ടതാണ്. വിളിച്ചിട്ട് നിങ്ങളുടെ വിഷയത്തിൽ വിളിച്ചു കഴിഞ്ഞ് അവനെ ചോദിച്ചു, നിങ്ങൾ എവിടെയോ തെളിവ് എന്താ ചോദിച്ചേ? നിങ്ങളെന്താ മനസ്സിലാക്കിയത്? അമ്മ എവിടെയാണ് മനസ്സിലാക്കിയത്? ആ ഇരിക്കണം മുതൽ മനസ്സിലായിട്ടില്ല. എത്ര നിന്റെ ഭാര്യയ്ക്ക് ആരോടെ ഉമ്മ നോക്കിയിട്ട് 3 ദിവസം ഞാൻ കേൾക്കും. ആ പെൺകുട്ടിക്ക് പിന്നെ അവിടെ നിൽക്കാൻ സാധ്യമല്ലാത്ത തരത്തിൽ ആ വീടിന്റെ അന്തരീക്ഷം മാറ്റിക്കാണും. ഇവിടെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? എന്തുവാകട്ടെ, ആ പെൺകുട്ടി അങ്ങനെ വിളക്കൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. ഒരു 3-4 കിലോമീറ്ററില് അതിവിരക്കിലും എണ്ണയൊക്കെ ഒഴിച്ച് ഇത്രയുള്ള തിരിയൊക്കെ ഇട്ട് ആ കുഞ്ഞിന് പടി കയറുന്നു. ഈ പടിയൊക്കെ കയറുക ആദ്യമായിട്ട് സാരി ചുറ്റിയ കുഞ്ഞാണ്. ജീവിതം 10 വർഷം മുമ്പ് ധരിച്ചിട്ടുമില്ല. ആ ഭാവത്തിന് കാലുകളെ എടുത്ത് ഉയർത്തി വെക്കാൻ ഈ സാരി സമ്മതിക്കണ്ടേ? അപ്പൊ ആരെങ്കിലും ഒരാൾ സാരി പതുക്കെ പൊക്കി കൊടുക്കണ്ടേ? ഇത് 2 കൈകൾ വിളക്കം പിടിച്ച് ഒരു നൂലഴിച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ നടക്കുക. അങ്ങനെ കേറാൻ നേരം കാലം സാരി ഒന്ന് പതുക്കെ മാറ്റി കൊടുത്ത ആ കുഞ്ഞ് കാലെടുത്ത് വെച്ചപ്പോൾ ഒരു അശരീരി കേട്ടത് സ്മൈൽ പ്ലീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്? ശരിക്കും അപ്പോഴെ ഫോട്ടോഗ്രാഫർ ഈ കുഞ്ഞിനെ നോക്കൂ, വിളക്കിന് നോക്കുമോ, വീട്ടുകാരെ നോക്കുമോ, അതേതാണെങ്കിൽ ഇത് ചിരിപ്പിച്ച്. കാരണം ലോകത്തിൽ ഏറ്റവും നല്ലൊരു ഫോട്ടോ കിട്ടാൻ പോകുന്ന സന്ദർഭമാണ് ഇത്. കൊണ്ടാണ് സത്യത്തിന് വിവാഹത്തിന് തയ്യാറെടുപ്പ്. ഏതായാലും ആ കുഞ്ഞ് ഒരു നിലയ്ക്ക് വന്ന കയറി ഈ വിളക്കുണ്ടല്ലോ ഒരിടത്ത് കൊണ്ടുവച്ച് അവിടെ നിന്ന് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഒരു മന്ത്രം ചൊല്ലി അഗ്നിയെ പ്രാർത്ഥിക്കുന്ന ചടങ്ങുണ്ട്. ഈ ചടങ്ങിന്റെ പേരാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശം. ചെയ്തിട്ടുണ്ട്. ഹിന്ദുക്കൾ ആയതുകൊണ്ട് ചെയ്യാൻ വഴിയില്ല. വിളക്കിന്റെ അടുത്ത് വന്നു നിന്ന് ആ വിളക്കിൽ നോക്കി, അല്ലയോ അഗ്നെ, അങ്ങാണ് ഞങ്ങളുടെ ഗൃഹനാഥൻ, റേഷൻ കാർഡിലെ ഗൃഹനാഥയല്ല, അങ്ങാണ് ഈ വീടിന്റെ സർവ വെളിച്ചം. അങ്ങനെ ഞങ്ങൾ എന്നും പ്രകീർത്തിച്ചു കൊള്ളാം, എന്നും ജ്വലിപ്പിച്ച് അങ്ങയുടെ പുണ്യനാമങ്ങൾ വർണ്ണിച്ച്, അല്ലയോ അഗ്നെ, എന്നും അങ്ങയെ ഞങ്ങൾ തെളിച്ചു കൊള്ളാം. അങ്ങ് എന്നും ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി തീരുന്നേ. അഗ്നി അറിവാണ്, ആ അറിവ് ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കണേ ഭഗവാനെ. അഗ്നെ എന്നും അങ്ങയെ ഞങ്ങൾ ജ്വലിപ്പിച്ചു കൊള്ളാം, ദേവകാര്യം മുടങ്ങാതെ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് ഈ വധൂവരന്മാർ ഒരുമിച്ച് ചേർന്ന് നിന്ന് ചൊല്ലുന്ന ആ സങ്കല്പമുണ്ട്. ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ടാണ് പാല് തേകട്ട് കുടിക്കണത്. അത് കഴിച്ചിട്ടുണ്ടോ? പാല് കൽക്കണ്ടം കിട്ടിയോ? അത് കിട്ടി. ഇത് ചെയ്യണം. ഇതിന്റെ പേരായിട്ട് അതാണ് എഴുതില്ല. ആള് സ്കൂളിൽ ഓരോരുത്തരെ വായന നിറച്ച് കഴിച്ച ആ സ്വന്തമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നോക്കൂ, ഈ ഗൃഹസ്ഥാശ്രമം പ്രവേശനം ചെയ്യുന്ന സമയത്ത് ഞാൻ ഭംഗിയായി എന്റെ ഈ ഒരു ധർമ്മം ചെയ്തു കൊള്ളാം എന്നുള്ളൊരു പ്രതിജ്ഞയുണ്ട്. വിളക്ക് കൊളുത്തി എന്നും നാമം ജപിച്ചോടാന്നായി പറഞ്ഞത്. ഈ വിധത്തിൽ വെളിച്ചമാകട്ടെ എന്നാണ് ആഗ്രഹിച്ചത്.
ഇരുട്ടൊക്കെ മാറി അറിവിന്റെ വെളിച്ചം ജ്ഞാനം ഞങ്ങളുടെ ഉള്ളിൽ ഉദിക്കട്ടെ എന്നാണ് ഇപ്പൊ പ്രാർത്ഥിച്ചത്. നിൽക്കട്ടെ, വിവാഹം ഒരു യജ്ഞമാണ്. ശരിയല്ലേ? വിവാഹം യജ്ഞമാണ്. നിങ്ങൾ വാൽമീകി രാമായണം ഒരിക്കൽ വായിച്ച ശ്രീരാമചന്ദ്രന്റെ വിവാഹത്തിന്റെ ചടങ്ങുകൾ എഴുതിയിട്ടു. അതിൽ അഗ്നിയും ഹോമങ്ങളുടെ കുണ്ടം തയ്യാറാക്കി വസിഷ്ഠ മാമുനി അതിൽ ദർഭ വിരിച്ച് അതിൽ ചിരാതുകൾ കത്തിച്ച് അങ്ങനെ സുന്ദരമായ യജ്ഞവിധിക്കനുസരിച്ച് അഗ്നി ജ്വലിപ്പിച്ച് യാഗകർമ്മങ്ങൾ ചെയ്തിട്ടാണ് വിവാഹം. വിവാഹം ഒരു യജ്ഞമാണ്. ഇത് പാരമ്പര്യമായി സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്. പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് മാറി തറവാട്ട് മഹിമ പറയുന്ന വീടുകളിൽ പോയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. പുതിയ തലമുറകളെക്കാളും കഷ്ടപ്പെട്ട് നമ്മൾ ഇന്ന് സെമിറ്റിക് വിവാഹം നടത്തുന്നവരാണ്. ഇന്ന് വിവാഹം എന്ന് പറഞ്ഞാൽ മദ്യം, മാംസം, ആഡംബരം, ധൂർത്ത്, പൊങ്ങച്ചം. ഒരു യജ്ഞം ജീവിതത്തിൽ എന്നും വളർച്ചയുണ്ടാകണം, ഉയർച്ചയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വധൂവരന്മാരുടെ വിവാഹ ചടങ്ങിൽ മാംസം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കൊടുക്കുന്നതോ ഹിന്ദു എന്ന് പറയുന്ന സനാതന ധർമ്മികർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ തലമുറകൾ നശിച്ചതാണ് അവശേഷമാകും. ഇതൊരു യജ്ഞമാണ്. യജ്ഞത്തിലുള്ള ആ മദ്യവും മാംസവും തലേ ദിവസം മദ്യം ഒതുക്കുകയാണ്. ഇത് കഷ്ടം എന്താ കഴിയോ? ഇനി ഞാൻ പറയുന്ന ബാക്കി ഞാൻ പറഞ്ഞപ്പോ തന്നെ മറക്കണം. എന്നോട് വിരോധമൊന്നും തോന്നരുത്. നാണമില്ലാതെ കഴിക്കാൻ തോന്നുന്നവരും നാട്ടനില്ലാത്ത ഈ ഹിന്ദുവാണ് ഈ ധർമ്മത്തെ നശിപ്പിക്കുന്നത്. കൊല്ലുന്നതിനേക്കാൾ കഷ്ടമാണ് സുഹൃത്തുക്കൾ കൂട്ടുപിടിക്കുന്നത്. നിങ്ങൾ കഴിക്കാൻ പോകാതിരുന്ന നിങ്ങൾ ചെയ്യുമോ? ഈ ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ വിവാഹം എന്ന ഈ യജ്ഞത്തിൽ മാംസം കൊടുക്കുന്നു, മദ്യം കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾ വഴില്ല എന്ന് പറയാനുള്ള നട്ടല്ല. ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടേ? അമ്മ കാണിക്കണ്ടേ? അച്ഛൻ പറയണ്ടേ? മക്കൾ പറയണ്ടേ? എന്റെ വിവാഹത്തിന് പറ്റില്ല എന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ പറയണ്ടേ? എന്റെ വീട്ടിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് അച്ഛൻ പറയണ്ടേ? അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? നമ്മൾ എന്തിനാണ് വിവാഹത്തിന്റെ കലർമണ്ഡപത്തിലുള്ള ഭവ്യമായ ഭാവി ഉണ്ടാക്കേണ്ട ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ മദ്യവും മാംസവും കഴിക്കാൻ നമ്മൾ പോകരുത്. തലേ ദിവസം പറഞ്ഞു അന്ന് നാളെ നിങ്ങൾക്ക് മാംസം കഴിക്കണ്ടെന്ന് പറഞ്ഞില്ല. ഇവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം 4 കിലോ മേടിച്ച് വീട്ടിൽ കഴിച്ചു പറഞ്ഞില്ല. പക്ഷെ ഇത് നമ്മുടെ പാരമ്പര്യമാണ്. ഇത് നമ്മുടെ ഈ സംസ്കാരം നമ്മൾ സംരക്ഷിക്കണം. ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം നമ്മമാവില്ല. നമ്മൾ തല ഉയർത്തി പറഞ്ഞാൽ പിന്നെ ഒരാളവിടെ അറിഞ്ഞില്ല. അറിഞ്ഞോ? ഒരാളും അറിഞ്ഞില്ല. നമ്മുടെ ധർമ്മം അമ്മമാർ നടപ്പിലാക്കിയാൽ നടക്കും. മദ്യം കൂട്ടുകാൻ പറ്റിച്ച് പറയും. ഒരിക്കൽ രുചിച്ചു കഴിഞ്ഞാൽ മദ്യത്തിന്റെ പല ഭേദങ്ങൾ നമുക്ക് ഇന്നറിയാം. MDMA പോലെയുള്ള രാസ ലഹരികൾ വരെ നിറച്ചാണ്. അത് ഒരു കാണിച്ചു ഒരു വിളിച്ചാൽ മതി. മൂക്കിന്റെ ഉള്ളിലുള്ള സർവ്വ രക്തക്കുറച്ച് പതുക്കെ പോലെ കൂട്ടി പല്ലൊക്കെ പൊടിയാൻ സ്വയം 6 മാസം 6 വർഷത്തിനുള്ളിൽ ഇതൊക്കെ സംഭവിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലഹരിയിൽ നിന്ന് മാറ്റണമെങ്കിൽ ഈ ലഹരികൾ നമ്മൾ ആദ്യം നമ്മുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കണം, വീട്ടിൽ സംരക്ഷിക്കണം. അതിലൊന്ന് ഈ മദ്യവും മാംസവും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കാം. ഉത്സവം ആഘോഷം വന്നാൽ മദ്യം മാംസം ഇത് എവിടെന്നായി ഹിന്ദു വീടുകൾക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായോ? നമ്മൾ നമ്മുടെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കണമെങ്കിൽ ദയവ് ചെയ്ത് വിവാഹം 3 ധൂർത്തും പൊങ്ങച്ചവും ആണല്ലോ. രാമായണത്തിൽ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീരാമന്റെ വിവാഹമാണ്. രാമന്റെ വിവാഹം, ആ വിവാഹത്തിന് മഹാരാജാവായിട്ടുള്ള സാക്ഷാൽ ദശരഥൻ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോയത് 100 പേരാണ്. 52 പേരേ ഉള്ളൂ. നമ്മളെ എത്ര പേര് കൊണ്ടുപോകുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് 500 ആ പെൺവീട്ടുകാർക്ക് എത്താൻ വരും. ദയവ് ചെയ്ത് വിവാഹം ഏറ്റവും ചെറിയ സംഖ്യയിൽ 100 പേർ. തെമ്മച്ചവും ആഡംബരവും ധൂർത്തും നൃത്തവും
ദൈവം ആ പണം ആ കുഞ്ഞുങ്ങളുടെ പേരിൽ വരെ ഫിക്സഡ് ആയിട്ട് കൊടുക്കും. ലക്ഷക്കണക്കിന് രൂപയാണ് ഭക്ഷണത്തിന്റെ പേരിൽ നമ്മൾ പൊങ്ങച്ചൽ കാണിച്ച് കളയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് ഇപ്പോ അതിലൊക്കെ കുറച്ച് വളരുമ്പോഴില്ല, കുഞ്ഞുങ്ങൾ അത്ര മോശങ്ങളായിട്ടുമല്ല. അച്ഛനമ്മമാർക്കെങ്കിലും ഒരു ആഗ്രഹം വേണം, എന്റെ വീട്ടിൽ 100 പേരുടെ വിവാഹം നടത്തും, ബാക്കി വരുന്ന കൂട്ട 2 ലക്ഷം രൂപ മാറ്റി വെച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊള്ളൂ. 1 രൂപ വരുമാനമില്ലാതെ കൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ള നിരവധി പെൺകുട്ടികളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഒരു പെൺകുഞ്ഞിന്റെ വിവാഹം നടത്തി കൊടുത്തു. 1 ലക്ഷം 2 ലക്ഷം ചിലവായാൽ എന്താ, 10 ലക്ഷം ഇങ്ങനെ നമ്മൾ ഒരു പ്ലേറ്റിന് 1000 രൂപ നാണിച്ചു. എന്നിട്ട് ആരെങ്കിലും നല്ലത് പറഞ്ഞോ? ഒരാളും നല്ലത് പറയില്ല. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ, എന്നോട് ഒരിക്കലും വിരോധം തുറമെടുത്ത് തോന്നുവോ? തോന്നരുത്. കാരണം ഞാൻ നല്ലതല്ല പറയാൻ പോകുന്നത്, ഇഷ്ടമില്ല. അതുകൊണ്ടാ പറഞ്ഞോട്ടെ. ശരി, ഒരു യജ്ഞമല്ലേ? യജ്ഞത്തിന് വിധിയുണ്ട്. യജ്ഞത്തിന്റെ വിധി ഉണ്ടാകും. യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക് വീട്ടിൽ വന്ന് അവർക്ക് പിന്നെ തിരിച്ചു വീട്ടിൽ ചെല്ലുന്ന ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് യജ്ഞത്തിൽ പങ്കുചേരുന്നവർക്ക് അന്നദാനം ചെയ്യണം. ഇതാണ് യജ്ഞവിധി കേട്ടോ. അതൊക്കെ നിങ്ങൾ പൂരിപ്പിച്ചോ. കഴിഞ്ഞ വർഷം ഇവിടെ 10 ലക്ഷം രൂപയുടെ അന്നമാണ് ഉണ്ടാക്കി വിതരണം ചെയ്തത്. അതിൽ 5 ലക്ഷം രൂപയുടെ ഭക്ഷണം വെറുതെ കളഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഒരു യജ്ഞം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് സദ്യ കൊടുക്കണം. അന്നദാനം ഉത്സവത്തിന്റെ ഭാഗമാണ്, യജ്ഞത്തിന്റെ ഭാഗമല്ല. യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം ഭക്ഷണം കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ഒരു വാൽമീകി രാമായണത്തിൽ ഒരു നവാഹ യജ്ഞം ചെയ്തു ഈ തിരുവനന്തപുരത്ത്. ആകെ ഒറ്റ കാര്യം അവർ ചെയ്തു, എനിക്ക് അവരോട് സന്തോഷമുണ്ട്. ഞാൻ എന്തൊക്കെ അവരോട് പറയുന്നത് കിടക്കിയത്, ആരുടെ യജ്ഞത്തിൽ പങ്കെടുക്കേണ്ട അവർക്ക് മാത്രം ഭക്ഷണം 250 പേർക്ക്. 3 വർഷം കഴിഞ്ഞ് 3000 രൂപ വരെ ഭക്ഷണം കഴിക്കും. 3 മണി 4 മണി വരെ ഭക്ഷണം വിളമ്പലാണ്. അത്രയ്ക്കുള്ള കാര്യത്തിലൊന്നും നമ്മൾ താല്പര്യമില്ല. യജ്ഞപ്രസാദം യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്കാണ്, അത് അന്നദാനമല്ല. എന്നോട് ദേഷ്യം വരുന്നത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനം എടുക്കണം. ഈ ലക്ഷക്കണക്കിന് രൂപ പൊതിച്ച് കളയരുത്. ഹിന്ദുവിൽ ഇങ്ങനെ പണം കളയാനില്ല. ആ 10 ലക്ഷത്തിൽ 5 ലക്ഷം ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കും. ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഉത്സവത്തിന്, പ്രതിഷ്ഠാദിനത്തിന് അന്നദാനം ചെയ്യണം. യജ്ഞത്തിൽ അന്നദാനം യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക്. പിന്നെ വേണം, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏതെങ്കിലും വീടുണ്ട്, ആ വീട്ടുകാരെ തിരിച്ചു വരുത്തി കൊടുക്കണം. അതൊക്കെ യജ്ഞത്തിന്റെ ഭാഗമാണ്. വൃദ്ധന്മാരെ വിളിച്ചു വരുത്തണം, അവർക്ക് അന്നം കൊടുക്കണം. വൃദ്ധന്മാരുടെ ജീവിതത്തിന് വൃദ്ധന്മാരുടെ അനുഗ്രഹം നോട്ടം മതി ജീവിതത്തിൽ നല്ലത് വരെ. പക്ഷേ ദയവ് ചെയ്ത് ധൂർത്തും ആഡംബരവും നമ്മൾ നിർത്തണം. വിവാഹത്തിന്റെ 4ാമത്തെ കാര്യം, നമുക്കില്ലാത്തൊരു കാര്യം നമ്മൾ ഇടയിൽപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത്. അതിന് അമ്മ സമ്മതിച്ചാൽ മതി. പെൺകുട്ടികളും ആൺകുട്ടികളും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് കൊടുത്ത് വാങ്ങിച്ച് നിങ്ങൾ വിവാഹം കഴിക്കരുത്. നിങ്ങൾക്ക് കുടുംബം വേണോ, നിങ്ങൾക്ക് പെൺകുട്ടികൾ വേണോ, പണം കൊടുക്കാതെ വാങ്ങണം. ആ പാവം പിടിച്ച വീട്ടുകാരുടെ കണ്ണീര് അതിലുണ്ടാകരുത്. നമ്മുടെ പറമ്പുകളൊക്കെ വിറ്റ് ലോൺ എടുത്ത് ഒരു പാവം അമ്മയും അച്ഛനും കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിക്കുമ്പോ നമുക്കൊരിക്കലും സദ്ഗതി ഉണ്ടാവില്ല സുഹൃത്തെ. ആ വീട്ടിലുള്ളവർക്കും സദ്ഗതി ഉണ്ടാവില്ല. ദയവ് ചെയ്ത് സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത്. നമ്മുടെ പാരമ്പര്യമല്ല, സനാതനമല്ല, ഇതൊക്കെ സെമിറ്റിക്കാണ്. നമ്മുടെ ധർമ്മമല്ല ഇത്. നമ്മുടെ വീടുകൾ ഈ സനാതന ധർമ്മത്തെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ ഈ സനാതന ധർമ്മം ഉണ്ടാകണം. വിവാഹത്തിന് ക്ഷണപത്രിക, പല ക്ഷണപത്രിക കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് സായിപ്പാരെ വരാനുണ്ട് ഉറപ്പ്. അവരുടെയായിരിക്കും റഷ്യയിലും അമേരിക്കയിലും ബ്രിട്ടനിൽ നിന്നൊക്കെ ആയിരിക്കും ആളുകൾ വരുന്നത്. കാരണം ഒക്കെ ഇംഗ്ലീഷിലാണ്. മലയാളം നിങ്ങൾക്ക് അറിയില്ലേ? ഏതാണോ?
ഞാനൊരു പാവം പിടിച്ച അമ്മയും അച്ഛനും കൂടി മക്കളുടെ വിവാഹത്തിന്റെ ക്ഷണപത്രിക കൊണ്ടുപോവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് നമുക്ക് വായിച്ചേ? മോനെ ഒക്കെ പ്രതീക്ഷില്ല, ഇതിപ്പോ എന്താണ് ഇവിടെ തന്നേക്കാള് കുഞ്ഞു പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ കൊണ്ട് വല്ല സായിപ്പും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ വിവാഹത്തിന്? ഉണ്ടെങ്കിൽ ശരി, തീർച്ചയായും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ വിവാഹ പത്രിക അറിയിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ചതുരക്ഷണി മന്ത്രമായ മലയാളമയെ, നമ്മുടെ മലയാള ഭാഷയെ, സ്വഭാഷയെ, സ്വന്തം ഭാഷയെ മലയാളത്തിൽ വിവാഹ പത്രിക ദയവ് ചെയ്തടിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണം. അതിൽ മുകളിൽ ഓങ്കാരം എഴുതണം. സർവവേദ രഹസ്യമായ ആ പ്രണവത്തെ മുകളിൽ എഴുതി വധൂവരന്മാരെ അനുഗ്രഹിക്കാൻ സർവരോടും പ്രാർത്ഥിക്കുന്ന നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ നമ്മുടെ വിവാഹത്തിന്റെ ക്ഷണപത്രിക. ഈ സായിപ്പ് വരുന്നെങ്കിൽ ശരി, ഒരു സായിപ്പ് വരുന്നുണ്ട്. കടകളായ കടകൾക്ക് മുഴുവൻ സായിപ്പിനെ കാത്ത് ഇംഗ്ലീഷിലാണ് പോരുക. മലയാള ഭാഷയെ സ്നേഹിക്കാൻ, അതിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടു നടക്കാൻ ദയവ് ചെയ്ത് നമ്മൾ അത് ശ്രദ്ധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു അബദ്ധമാണ് തീന്മേശ. എവിടുന്നാണെന്നറിയില്ല, എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചാലാണ് ഒരു ഹിന്ദു വീടാവുള്ളൂ എന്നൊരു തെറ്റായ ചിന്ത വന്നിട്ടുണ്ട്. ചെയ്യരുത്. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ മുതിർന്നവരൊക്കെ പറ, പണ്ട് കാലത്ത് 20 വർഷം 30 വർഷം മുൻപ് 7 മണി 7:30 ആ വീട്ടില് ഒരു 10 വയസ്സിനുള്ളിലുള്ള സർവ്വ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകും. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെ വിളക്കുക എന്നതാണ് എല്ലാ അമ്മമാരും ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് മുതിർന്നവർ ഭക്ഷണം കഴിച്ച് ചിലത് 8:30 9 മണിയാകാം. കുഞ്ഞുങ്ങൾ ഒരിക്കലും നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ തീന്മേശകൾ പലപ്പോഴും നമ്മുടെ വിഷമങ്ങൾ പറയുന്ന സ്ഥലമാണ്. ഭാര്യ കരയും, ഭർത്താവ് ദേഷ്യപ്പെടും, സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളും കൈമാറുന്ന ഇടമാണ് നമ്മുടെ തീന്മേശകൾ. ആ തീന്മേശയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കണോ? നമ്മൾ കരയുന്നത് കാണണോ? നമ്മൾ വഴക്കടിക്കുന്നത് കാണണോ? എഴുന്നേറ്റ് പോകുന്നത് അവർ കാണണോ? അച്ഛനും അമ്മയും വഴക്കടിക്കുന്നത് എന്ത് പേരാണെന്നും അച്ഛൻ വഴക്ക് പറയുന്ന ഒരാളാണെന്നും അമ്മ കരയുന്ന ഒരാളാണെന്നും ഇത്ര ജോലി ചെയ്തിട്ടും അമ്മയുടെ അവസ്ഥ ഇതാണെന്നും ഒരു പെൺകുഞ്ഞിന്റെ മനസ്സിൽ വന്നാൽ അവൻ വിവാഹം ധരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ കാണേണ്ടതേ കാണാവൂ, കേൾക്കേണ്ടതേ കേൾക്കാവൂ. എങ്കിൽ നമ്മുടെ വീടുകളിൽ ഒരു 13 വയസ്സ് വരെ ഒരു കാരണവശാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ തീന്മേശ സംസ്കാരം നമ്മുടേതല്ല. കുഞ്ഞുങ്ങൾക്ക് പ്രയോറിറ്റി, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൂ. അവർ ഭക്ഷണം കഴിച്ചുടങ്ങിയതിനു ശേഷം മുതിർന്നവർ ഭക്ഷണം കഴിക്കും. ഒന്ന് ചെയ്തു നോക്കണേ. കുട്ടികളിൽ മാറ്റം നിങ്ങൾക്ക് കാണാം. നമ്മൾ പറയുന്ന പലരും ഇനി നമ്മൾ കഴിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടതാണോ? അതിലൊരു പങ്ക് കുട്ടികൾക്ക് കൊടുത്താണ് നമ്മൾ ഈ ചെറിയ 2.5 വയസ്സുള്ള കുഞ്ഞിന് പോലും ഇന്ന് നോണില്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങില്ല. മുതിർന്നവർക്ക് വേണമായിരിക്കാം, ജോലി കഠിനമായി ജോലി ചെയ്യുന്നവർക്ക് കഴിക്കട്ടെ. ഇത് കുട്ടികൾക്ക് വേണ്ടതാണോ? അല്ല. ഒരു ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ഒരു കുഞ്ഞ് പ്രാപ്തമാകുമ്പോൾ അവൻ നോൺ ഭക്ഷണം കഴിക്കട്ടെ, മാംസാഹാരം കഴിക്കട്ടെ, എനിക്കിത് നല്ലതാണെന്ന് തോന്നി കഴിക്കട്ടെ. പക്ഷെ ഒന്നും അറിയാത്ത പ്രായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ചു കൊടുത്ത് പഠിപ്പിച്ചതല്ലേ ഇത്? അയ്യോ, നോക്കിയിരുന്ന് വെള്ളം ഇറക്കണ കണ്ടോ, പാവം. ഈ വെള്ളം ഇറക്കാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂടെ എടുക്കുന്നേ. കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കൊടുക്കണം, കഥകൾ പറയണം, പാട്ട് പാടണം, അവരെ പലതും കാണിച്ച് അന്നം കൊടുക്കണം. അങ്ങനെ അവരുടെ ഉള്ളിൽ ആ അന്നം അവരെ പോഷിപ്പിക്കട്ടെ. നമ്മൾ സനാതന ധർമ്മമാണ്. ഈ ശാശ്വത മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ. അവസാനത്തെ ഒരു കാര്യം, ഒരു കഥ, അത് കഴിഞ്ഞു. നമ്മുടെ ഷോഡശ കർമ്മങ്ങൾ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ മരണം വരെ എല്ലാം നമ്മുടെ വീടുമായി കേന്ദ്രീകരിച്ചാണ്. ഒന്നും നമുക്ക് ക്ഷേത്രമായി കേന്ദ്രീകരിച്ചില്ല. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് മരണം വരെ നമുക്ക് വീടാണ് നമ്മുടെ കേന്ദ്രം. സെമിറ്റിക് മതങ്ങളിലല്ല, അവർക്ക് മരണം വരെ ക്ഷേത്രമാണ്, അവരുടെ പള്ളിയാണ്. മരിച്ചാലും പള്ളി, ജനിച്ചാലും പള്ളി, ഇടയിലൊക്കെ പള്ളി. പള്ളിയിൽ നിന്ന് വിട്ടൊരു പ്രവൃത്തി ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെ വിട്ടാൽ ആ കെട്ടുപൊട്ടും. അതിനാണ് അവർ നിലനിൽക്കുന്നത്. നമ്മൾ അതിലെല്ലാം നിലനിൽക്കുന്നത്.
നമ്മുടെ അടിസ്ഥാന കേന്ദ്രം വീടാണ്, അമ്മയാണ്, അച്ഛനാണ്. അത് കഴിഞ്ഞാണ് ദൈവവും ക്ഷേത്രവും നമുക്കുള്ളൂ. നമ്മുടെ വീട് ദേവാലയം പോലെ പരിശുദ്ധമാക്കണം. വീട് വൃത്തിഹീനമാക്കി നിങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് പുല്ല് പറിച്ചിട്ടൊരു കാര്യവുമില്ല. അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കാതെ, നല്ല വാക്കോടാതെ, അവരോട് കൂടെ ഇരിക്കാതെ, അവരെ ശുശ്രൂഷിക്കാതെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഒരു ദൈവവും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കുന്നവൻ ദൈവവുമല്ല. അച്ഛനും അമ്മയുമാണ് കൺകണ്ട ദൈവം എന്നും എന്റെ വീടാണ് എല്ലാ സംസ്കാരത്തിന്റെയും കേന്ദ്രം എന്നും ഉള്ളത് കൊണ്ട് നമ്മുടെ സർവ സംസ്കാരത്തിന്റെയും പ്രഭവ കേന്ദ്രം വീടാണ്. എഴുത്തിനിരുത്തിയത് വീട്ടിലാണ്, അന്നദാനം അന്നപ്രാശം വീട്ടിലാണ്, ചൂടാകരണം വീട്ടിലാണ്, കർണലേഖനം വീട്ടിലാണ്, വിവാഹം വീട്ടിലാണ്, ക്ഷേത്രത്തിലല്ല. നമ്മൾ അവരെ കണ്ട് സർവ്വതും ക്ഷേത്രത്തിലാണ്. നമ്മുടെ കേന്ദ്രം വീടാണ്. വിവാഹം ക്ഷേത്രത്തിലല്ല. വിവാഹവും ക്ഷേത്രവും തമ്മിലൊരു ബന്ധവുമില്ല. കുട്ടികൾക്ക് ചോറിന് വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുകുലത്തിൽ ഒരു ആചാര്യന്റെ സവിധത്തിൽ, എഴുത്തിനിരുത്ത് വീട്ടിൽ അല്ലെങ്കിൽ ഒരു ആചാര്യ സവിധത്തിൽ നമ്മുടെ വിവാഹം, നമ്മുടെ സർവ്വതും നമ്മളുടെ വീടെന്ന് പറയുന്ന കേന്ദ്രമാണ്. ആ വീടാണ് നമ്മുടെ ദേവാലയം, വീടാണ് നമ്മുടെ സംസ്കാരം. വീട്ടിലെ അമ്മയും അച്ഛനുമാണ് നമ്മുടെ ആചാര്യന്മാര്. അവരാണ് സത്യം, അവരാണ് നമ്മുടെ ഉണ്മ, അവരാണ് സർവ്വതും. ദയവ് ചെയ്ത് നമ്മൾ സെമിറ്റിക് മതങ്ങളെ പോലെ എല്ലാം ക്ഷേത്രങ്ങൾ എന്ന് ചിന്തിക്കരുത്. ക്ഷേത്രം വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ്. അറിവ് പകർന്നു കൊടുക്കണം, ഈ ധർമ്മത്തെ സംരക്ഷിക്കണം, നമ്മുടെ സർവ്വരും ഒരുമിച്ച് ചേരണം, നാമജപം ഉണ്ടായിരിക്കണം, പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. ക്ഷേത്രത്തിൽ വന്നാൽ ഒരു സഹസ്രനാമം ചൊല്ലാതെ എഴുന്നേറ്റ് പോകരുത്. ക്ഷേത്രത്തിൽ വന്ന 5 കാര്യങ്ങൾ ഒരു ഭക്തൻ ചെയ്യണം. വന്നു കഴിഞ്ഞാൽ വന്ദിക്കണം, പ്രദക്ഷിണം ചെയ്യണം, നമസ്കരിക്കണം, പ്രസാദം സ്വീകരിക്കണം, സ്തോത്ര പഠനം ചെയ്യണം. ഇതഞ്ചും ഭക്തരുടെ ലക്ഷണമാണ്. അതിനാണ് ക്ഷേത്രം. ഉപാസനയ്ക്കാണ്, ശുദ്ധമായ മനസ്സുണ്ടാകാനാണ്, ഏകാഗ്രമായ മനസ്സുണ്ടാകാനാണ്, സംസ്കാര സമ്പന്നമാകാനാണ്, ധാർമ്മികമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനാണ്, സംസ്കാര കുഞ്ഞുങ്ങൾക്ക് പ്രദാനം ചെയ്യാനാണ് ക്ഷേത്രം. ആ ക്ഷേത്രം ധാർമ്മികവും സാംസ്കാരികവും നമ്മുടെ ഈ പാരമ്പര്യത്തെ നിലനിർത്തുന്നതിനുമാണ് ക്ഷേത്രം. പക്ഷെ വീട് സർവ സ്വഭാവത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കുന്ന ഇടമാണ്. ആ വീട്ടിലെ അമ്മയും അച്ഛനുമാണ് കുഞ്ഞുങ്ങളുടെ റോൾ മോഡൽ. അതിനെ ദയവ് ചെയ്യും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂല്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. എല്ലാ ദിവസവും കുഞ്ഞിന്റെ ശരീര വളർച്ചയോട് നിങ്ങൾ നോക്കണ്ട, അവരുടെ മാനസിക വളർച്ചയെ കുറിച്ച് ചിന്തിക്കും. അച്ഛനമ്മയും ഇന്നും ഇരുന്ന് നമ്മുടെ കുഞ്ഞിന്റെ മാനസിക വികാസം എന്താണ്? രാമായണത്തിൽ ഹനുമാൻ ആദ്യമായി രാവണനെ കാണുന്നുണ്ട്. അത് പൂർണ്ണ വെളിച്ചത്തിൽ, പൂർണ്ണ രൂപത്തിൽ, അല്ലാതെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇരുട്ടിലാണ് കണ്ടവൻ, മുകളിൽ നിന്നാണ് കണ്ടത്. നേരിട്ട് സഭയിൽ ഹനുമാനെ വരിഞ്ഞു കെട്ടി രാവണന്റെ ആ സഭയിൽ വന്നിരുന്നപ്പോ, രാവണൻ സഭയിലേക്ക് വന്നപ്പോൾ ഹനുമാൻ ഇരു കൈയും കൊട്ടി ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. വാൽമീകി രാമായണം ഒന്ന് എടുത്തു നോക്കി വായിക്കണം. ഹനുമാൻ പറയുകയാണ്, അഹോ രൂപം അഹോ ധൈര്യം അഹോ സത്വം അഹോ ദ്യുതി അഹോ രാക്ഷസ രാജസ്യ സർവലക്ഷണയുക്തത എന്ന് പറഞ്ഞു. അഹോരൂപം, എന്തൊരു രൂപം, എന്തൊരു തേജസ്, എന്തൊരു തേജസ്, എന്തൊരു ഭംഗി, എന്തൊരു കാന്തിമാൻ, എന്തൊരു കഴിവുള്ളവൻ. അഹോരൂപം അഹോ ധൈര്യം അഹോ സത്വം അഹോ ദ്യുതി അഹോ രാക്ഷസ രാജസ്യ, ഈ രാക്ഷസ രാജാവ് സർവലക്ഷണയുക്തത, സർവലക്ഷണം തികഞ്ഞ പുരുഷൻ, നല്ല കഴിവുള്ളവൻ, എന്തൊരു ഭംഗി കാണാൻ, സകലകലാ വല്ലഭൻ, ശിവസ്തോത്രങ്ങൾ എഴുതിയവൻ, ശൈവ ഭക്തൻ, 14 ലോകങ്ങളെയും അങ്ങ് ഞെട്ടിപ്പിക്കുന്നവൻ, ഇവന്റെ പേര് കേട്ടാൽ വിറയ്ക്കും ലോകം മുഴുവൻ, സംഗീതത്തിന്റെ സാമ്രാട്ട്, എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഉപയോഗിക്കുന്നവൻ. എന്താ അവന്റെ കഴിവ്? അത് കണ്ട് ഹനുമാൻ പറയാണ് സർവലക്ഷണയുക്തത. ഇത്രയും ലക്ഷണം തികഞ്ഞ ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരാ പറഞ്ഞേ? ഹനുമാൻ. ആരെ കുറിച്ചാ പറഞ്ഞേ? രാവണനെ. എന്നിട്ടും എന്ത് നമ്മൾ രാവണനെ പൂജിക്കാതെ രാമനെ പൂജിക്കുന്നത്? ഇവിടെ ഹനുമാൻ രാവണൻ ഉണ്ട് എന്ന് പറഞ്ഞ കാര്യം നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഹനുമാൻ രാവണനെ കണ്ടത് രാവണന്റെ സ്കില്ലുകളാണ്, കഴിവുകളാണ്. രാവണൻ നന്നായി പാടും, നല്ല ഭക്തനാണ്,
സ്തോത്രങ്ങളൊക്കെ ചൊല്ലും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കും. അദ്ദേഹത്തിന് അസ്ത്രാദികളെ കുറിച്ച് ധാരണയുണ്ട്. ഇതൊക്കെ സ്കില്ലുകളാണ്. എന്നാൽ ശ്രീരാമചന്ദ്രൻ സ്കില്ലുകളല്ല, വാല്യൂസ് ആണ്. ശ്രീരാമൻ ആരാണ് എന്ന് ചോദിക്കുന്ന ഭാഗമുണ്ട് നാരദൻ. ഇങ്ങനെ ലോകത്തിൽ സർവഗുണ സമ്പന്നനായ ഒരാളുണ്ടോ? ഓരോരുത്തരും സംരകം ലോകെ ഗുണവാൻ വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത ചാരിത്രേണ യുക്ത സർവഭൂതേഷു കോപിത വിദ്വാൻ കർക്കസമർത്ഥശ്ച കശ്ചൈക പ്രിയദർശന. ഇങ്ങനെ തുടങ്ങി ഓരോ മൂല്യങ്ങളും പറയാണ്. ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും സർവഭൂതഹിതനും വിദ്വാനും സമർത്ഥനും പ്രിയദർശനനും അങ്ങേയറ്റം ദേവന്മാരെ പോലും രണത്തിൽ ഭയപ്പെടുത്തുന്ന വീര്യമുള്ളവനും പ്രിയദർശനനുമായ ഒരു വ്യക്തി ലോകത്തുണ്ടോ? അപ്പോൾ ചോദിച്ചത് രാമന്റെ വാല്യൂസിനെ കുറിച്ചാണ്. മൂല്യങ്ങളുടെ വ്യക്തിയുണ്ടോ? ഒരു വ്യക്തിയെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് സ്കില്ലുകളല്ല, വാല്യൂസ് ആണ്. ശ്രീരാമൻ മൂല്യങ്ങളുടെ അടിത്തറയാണ്. രാവണൻ സ്കില്ലുകളാൽ കെട്ടിപ്പൊക്കിയ മഹാഗോപുരമാണ്. രാമായണം സ്കില്ലും വാല്യൂസും തമ്മിലുള്ള സംഘർഷമാണ്. ആര് ജയിക്കും? മൂല്യങ്ങൾ ജയിക്കും, ധർമ്മം ജയിക്കും. ധർമ്മമാണ് വാല്യൂ. ഈ ധർമ്മത്തെ നമ്മൾ നിലനിർത്തുന്നത് ഈ വാല്യൂസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ മക്കൾക്ക് വാല്യൂസിനെ കുറിച്ച് അച്ഛനമ്മമാർ ചിന്തിക്കാറുണ്ടോ? നിങ്ങൾ അവരുടെ സ്കില്ലിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് വയലിൻ പഠിക്കാൻ വിടുന്നുണ്ട്, നൃത്തം പഠിക്കാൻ വിടുന്നുണ്ട്, അവരെ പാട്ട് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. നല്ലത് തന്നെ. ഇത് സ്കില്ലുകളല്ലേ സുഹൃത്തെ? വാല്യൂസ് ഉണ്ടോ? സമയനിഷ്ഠയുണ്ടോ? മിതവ്യയമുണ്ടോ? അച്ഛനമ്മമാരെ ദൈവമായി കണ്ട് ശുശ്രൂഷിക്കുന്നുണ്ടോ? ബഹുമാനമുണ്ടോ? ത്യാഗമുണ്ടോ? കരുണയുണ്ടോ? ഇത്യാദി ദൈവിക മൂല്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വരെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, അതോടുകൂടി ജീവിതത്തിൽ സൽചിന്തകളും സൽപ്രവർത്തികളും ഉണ്ടാകണം. അച്ഛൻ സന്ധ്യാസമയത്ത് കുളിച്ച് ഭസ്മം ധരിച്ച് നാമം ജപിക്കണം. എന്റെ അച്ഛൻ ഒരു ഉപാസകനാണ് എന്ന് കുഞ്ഞിന് തോന്നണം. എന്റെ അച്ഛൻ അനുകരിക്കാൻ കഴിയുന്ന ഒരാളാണ്. എന്റെ അച്ഛൻ സമൂഹത്തിൽ സത്പേരുള്ളവനാണ്. എന്റെ അച്ഛൻ റോൾ മോഡലാണ്. എന്റെ അച്ഛൻ എന്റെ അമ്മയെ നല്ലപോലെ പരിചരിക്കുന്നവനാണ്. എന്റെ അമ്മയ്ക്ക് ഒരു നഷ്ടമില്ലാതെ എന്റെ അച്ഛൻ എന്റെ അമ്മയെ കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ട് വളരണം. എന്നാലേ എനിക്ക് വന്നു ചേരുന്ന ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ആ പെൺകുട്ടിക്ക് സുഖമുണ്ടാകൂ, അവൾക്ക് വിലയുണ്ടാകൂ. അവൾക്ക് ലോകത്തിൽ വിലയുണ്ടാകണമെങ്കിൽ ആ വീട്ടിൽ ഭർത്താവ് അവരെ സംരക്ഷിക്കണം. അതിന് നമ്മൾ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട്. കേട്ട കഥയാണെങ്കിൽ ഒന്നുകൂടി കേൾക്കുക. 3 മിനിറ്റ് 1:05 അവസാനിക്കും. ഇപ്പൊ 1:01, അപ്പൊ 4 മിനിറ്റും കൂടി ഇരിക്കണം. എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട്. ഈ അമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എന്റെ മകന് 29 വയസ്സായി. ശരി, അവന് M.Tech കഴിഞ്ഞു. ശരി, അവനിപ്പോ 1 ലക്ഷം രൂപയുടെ അടുത്ത് ശമ്പളമുണ്ട്. ശരി, ഇനി അവനൊരു വിവാഹം കഴിപ്പിച്ചൂടെ? തീർച്ചയായും വേണം, നേരം വൈകി എന്നാണ് എന്റെ പക്ഷം. ശരി, അപ്പൊ സാറ് പല സ്ഥലത്ത് പോകുന്നതല്ലേ? അതെ. അപ്പൊ അവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്താമോ? പിന്നെന്താ, കണ്ടെത്താം. നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും ഉണ്ടോ? അതിലൊരു പെൺകുട്ടി ഇങ്ങനെയാവണം, അങ്ങനെയാവണം. ചിലർക്ക് 5 അകാരം വേണം, ചിലർക്ക് 5 മകാരം വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതീവ സുന്ദരി, അതീവ പണങ്ങള്, അകാരം 5 ഉള്ളവരുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ വല്ല കണ്ടീഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പേടിക്കണം. 10 മിനിറ്റ് നിന്നാൽ ഡസൻ കണക്കിന് വരും. എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 4 കേൾക്കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അല്ല ഒന്നുമില്ലേ? അല്ല ഉണ്ട്. ആ, എന്താണ്? അതെ, ഇവന് ജോലി ഉണ്ടല്ലോ. അതെ. അപ്പൊ ഇവന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ വേണം. ശരി, അവൾ ഒരു പണിക്കും പോയില്ലെങ്കിൽ കുഴപ്പമില്ല, സമൃദ്ധമായി സുഖമായി ജീവിക്കാം. ശരി, അവന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവന് രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു ബെഡ് കോഫിയൊക്കെ അവന്റെ സ്വഭാവമാണ്. പിന്നെന്താ, അത് കൊടുക്കുന്ന ഒരാളല്ലേ? അതെ. ശരി, അവന്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത്, ശരി, അവന് ചായ വെച്ചു കൊടുത്ത്, ഭക്ഷണം വെച്ചു കൊടുത്ത്, അവന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത്, അവനെ പറഞ്ഞയച്ച് അവനെ സ്വീകരിക്കാൻ പറ്റുന്ന, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന, പൂന്തികളാകുന്ന ഒരു പെൺകുട്ടിയാണ് ആവശ്യം. ശരി, ഞാൻ ശരിയാക്കി തരാം. അപ്പോ ആ പെൺകുട്ടി, നല്ലൊരു പെൺകുട്ടി ഉണ്ട്. ശരിക്കും ആ പെൺകുട്ടിക്ക് ഒരു 36-37 വയസ്സ് വേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു ഞാൻ. 37
അവന് 29 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നതൊന്നല്ലേ കേൾക്കണത്. ഞാൻ പറഞ്ഞു അതെ, നിങ്ങൾ പറഞ്ഞ തന്നെയാ ഞാൻ കേട്ടത്. നിങ്ങൾക്ക് ആരെയും ആവശ്യം? നിങ്ങളുടെ മകനെ കുളിപ്പിച്ച് അവന് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുത്ത് അവന് ചായ വെച്ച് കൊടുത്ത് അവന് 3 നേരം ഊട്ടി അവനെ പറഞ്ഞയച്ച് അവനെ കയറ്റി ഇരുത്തി അവനെ നോക്കുന്ന ഒരാളെ അല്ലേ? അതെ. അവന് 29 അല്ലേ വയസ്സ്? അതെ. അപ്പൊ അവനേക്കാൾ ഒരു 5-6 വയസ്സിന് മൂത്ത ഒരാൾ വേണ്ടേ? അങ്ങനെ സാറേ ഒരു 22, 23 അത് കൊള്ളാം. 29 വയസ്സുള്ള ഈ മുഫളനെ നോക്കാൻ 22 വയസ്സുള്ള പെൺകുട്ടിയോ? ആ കണക്ക് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് പെൺകുഞ്ഞുണ്ടോ എന്നാണ് എന്റെ വിശ്വാസം. അത് എനിക്ക് മോളുണ്ടോ? അതവിടെ ഇരിക്കട്ടെ. അല്ല, നിങ്ങൾ വിവാഹം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ആൺകുട്ടിയെ നോക്കാനുള്ള ഒരു പരിചാരികയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാസാമാസം ശമ്പളം കൊടുത്തൊരെണ്ണത്തിന് നിർത്താൻ ഇഷ്ടംപോലെ പേരെ കിട്ടും. ഒരു 20,000 25,000 കൊടുത്താൽ മതി. അതോ അവരൊരു കുടുംബമായി അച്ഛനമ്മമാരായി അവർ ജീവിതത്തെ കരുപിടിപ്പിച്ച് ഒരു ഏകഭാവത്തോടെ പറയാതെ തന്നെ മറ്റൊരാളുടെ മനോവിചാരവും മനോവികാരവും മനസ്സും വായിച്ചെടുക്കാൻ പറ്റുന്ന, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഏകീകൃത വ്യക്തിത്വമുള്ള 2 പേരല്ലേ വേണ്ടത്? അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പെൺകുട്ടി എന്താ നിങ്ങൾക്ക് പണിയെടുപ്പിക്കാനുള്ള ആളാണോ എന്ന് ഞാൻ ചോദിച്ചു. അവർക്ക് ഇഷ്ടമായില്ല. എപ്പോഴും എന്നോട് മിണ്ടാറില്ല. ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല വിവാഹം. എന്നാലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോ? ഈ പെൺകുട്ടി ആൺകുട്ടി എന്ന ഒരു ഭിന്ന ഭാവം നമ്മൾ ദയവ് ചെയ്തുണ്ടാക്കരുത്. നമ്മുടെ വീട്ടിൽ ആൺകുട്ടിക്ക് എത്ര ബലമുണ്ടോ അത്രയും ബലം പെൺകുട്ടിക്കും വേണം. ആൺകുട്ടിക്ക് നിങ്ങൾ എന്ത് വാങ്ങുന്നുവോ അവൾക്കും വാങ്ങുമോ? ആൺകുട്ടി ഉമ്മറത്തിരിക്കാം, പെൺകുട്ടി അടുക്കളയിൽ ഇരിക്കണം. ഏതോ കാലത്തെ ഇരുണ്ട കാലഘട്ടത്തിൽ നമുക്ക് പറ്റിപ്പോയൊരു പറ്റാണോ? ആൺപെരും വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തണം. ഒരമ്മയെ എനിക്കറിയാം, അമ്മയ്ക്ക് പെൺകുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. പക്ഷെ 3 ആൺമക്കളാ. എന്നോട് എപ്പോഴും പറയും, അമ്മാൻ എനിക്കൊരു പെൺകുഞ്ഞുണ്ടായില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് അന്വേഷിക്കണ്ടേ, ചിന്തിക്കണ്ടേ? എന്നാലും ഒരു പെൺകുട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്ര പ്രേമോ പെൺകുട്ടികളോ? ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ അമ്മയ്ക്കും പെൺകുട്ടി? മോനെ, ഞാൻ മരിച്ച കരയാൻ ഒരാൾ വേണ്ടേ? എന്തിനാ പെൺകുട്ടി കരയണം? അല്ലേ? ഒരാള് മരിച്ചു കിടന്നാൽ പെൺകുട്ടി കരഞ്ഞില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാൻ പോകും. ആൺകുട്ടി കരഞ്ഞാലും ഡോക്ടറെ കാണിക്കാൻ പോകും. പെൺകുട്ടിയാണെങ്കിൽ കരയണത്ര. കരയാനാണ് പെൺകുട്ടി. ഇതാണ് ഒരു അമ്മയുടെ മനസ്സിലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇനി എന്താ നന്നാവാൻ സാധ്യതയുള്ളത്? പെൺകുട്ടികൾക്ക് എവിടെയാണ് ഒരു സാധ്യതയുള്ളത്? ആൺകുട്ടിയെ ഇഷ്ടമുള്ള ഒരു അമ്മ എനിക്കറിയാം. പക്ഷെ 3 പെൺകുട്ടികളാ. ആൺകുട്ടി വേണം. അമ്മ എന്തിനാ ആൺകുഞ്ഞ്? അതിപ്പോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കാൻ ഒരാൾ വേണ്ടേ? പെൺകുഞ്ഞ് ആൺകുഞ്ഞിനാ കത്തിക്കാൻ, പെൺകുഞ്ഞോ കരയാൻ. എന്താ പറയാ? ദയവ് ചെയ്ത് ആൺപെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ ധർമ്മം കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കണം. പ്രത്യേകിച്ചും ഒരു 5 വയസ്സിനുള്ളിൽ രാജവൽ പഞ്ചവർഷാണി. ഇതാണ് നമ്മുടെ 5 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ രാജവൽ പഞ്ചവർഷാണി ഒന്ന് പറഞ്ഞേ. എന്ത് വർഷാണി? രാജവൽ. രാജാവിനെ പോലെ വളർത്തണം കുഞ്ഞുങ്ങളെ. കുഞ്ഞുങ്ങൾ രാജാവാണ്. രാജാവിന്റെ മുന്നിൽ കയറി ആരെങ്കിലും നടക്കുമോ? നിങ്ങൾ നടക്കുമോ? പിന്നിലല്ലേ നടക്കുക. ഭഗവാൻ രാജാവാണ്. ഈ ഗ്രാമത്തിന്റെ രാജഭാവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നിലാ നടക്കുക. അപ്പൊ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മുടെ കണ്ണിലുണ്ടാകണം. വേണ്ടേ? അല്ലാതെ അമ്മ ഫോളോ മീ എന്ന് പറഞ്ഞ അമ്മ ഒരു പോക്കാ പോയി, കുഞ്ഞിനെ കാണാനില്ല, അതെവിടെയോ പോയി. അതെന്തൊരു വളർത്തല? കുഞ്ഞുങ്ങൾ കണ്ണിലുണ്ടാകണം. വശത്ത് നടത്തണോ? കണ്ണിലുണ്ടാകണമെന്ന്. നിങ്ങൾക്ക് വശത്തെ കണ്ണുണ്ടെങ്കിൽ വശത്ത് നടത്തിക്കോളൂ. കുഞ്ഞുങ്ങൾ കണ്ണിലുണ്ടാകണം. അതുകൊണ്ട് രാജവൽ പഞ്ചവർഷാണ്. 2, രാജാവിന് ആരെങ്കിലും കുഴിമന്തി കൊടുക്കോ? അഭിപ്രായം? ഗ്രില്ലിൽ വെച്ച് പൊള്ളിച്ചത്, ബേക്കറി സാധനങ്ങള് കൊടുക്കില്ല. മേധാശക്തി ഉണ്ടാക്കാൻ പറ്റിയ ഭക്ഷണം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവൂ. അവർ ചോയ്സ് ചെയ്യാൻ പ്രായമാകുമ്പോൾ എന്തും കഴിച്ചോട്ടെ. അതുവരെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാലത്തോളം കുട്ടികൾക്ക് ഗ്രഹണധാരണാ ശക്തിയാണ് മേധ. കുട്ടികൾക്കൊരു കാര്യം കേട്ടാൽ പെട്ടെന്ന് ഗ്രഹിക്കാനും ഗ്രഹിച്ചതും മറന്നുപോകാതെ അവരുടെ ഉള്ളിൽ നിലനിൽക്കാനും വേണ്ടിയിട്ടുള്ള മേധാശക്തി കുട്ടികൾക്കുണ്ടാകണമെങ്കിൽ കൊടുക്കുന്ന ഭക്ഷണം
അമേധ്യമായിരിക്കരുത്, മേധയുള്ളതായിരിക്കണം. അപ്പോൾ രാജാവിന് അതാ കൊടുക്കുക. രാജാവിനെ ആരെങ്കിലും പേടിപ്പിക്കുകയോ രാജാവിന്റെ അടുത്ത് പോയിട്ട് പോ എന്ന് പറയോ? ഇല്ല. രാജാവിനെ ആരും ഭയപ്പെടുത്തില്ല. കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് ഭയപ്പെടുത്തരുത്. കോക്കാൻ വരും, കോഴി വരും, പോത്ത് വരും, അണ്ണാറം കണ്ണൻ വരും, സന്യാസി വരും. സന്യാസി ഇപ്പൊ വരാൻ പോണില്ല. എന്നാലും ഇങ്ങനെ കുട്ടികളെ നമ്മൾ ഭയപ്പെടുത്തും. ഉറക്കാൻ കെടുത്തുമ്പോ ഭയപ്പെടുത്തും, കഴിക്കാൻ ഇരുത്തുമ്പോ ഭയപ്പെടുത്തും. ഭയം കുഞ്ഞുങ്ങളിൽ ദയവ് ചെയ്ത് ജനിപ്പിക്കരുത്. ഏറ്റവും വലിയ ദൈവീക ഗുണമാണ് അഭയം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന ദൈവിക ഗുണം അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്നാണ്. അഭയമാണ് ദൈവിക ഗുണം. ഭയമില്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കണം. കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തരുത്. രാജാവിനെ ആരും ഭയപ്പെടുത്താറില്ല. ഇങ്ങനെ നമ്മൾ രാജാവുമായി കുഞ്ഞിനെ ഒന്ന് നോക്കൂ. 5 വയസ്സ് വരെ രാജാവിനെ പോലെ, 10 വർഷം പിന്നീട് ദശവർഷാണി ദാസ്യവത്ത്, 16 വയസ്സ് വരെ ട്രെയിനിങ് പീരീഡാണ് കുഞ്ഞുങ്ങൾക്ക്. ദാസന്മാരെ പോലെ വളർത്തുന്നത് പോലെ വളർത്തണം. ആദ്യത്തെ ഭാഗം നിങ്ങൾ ഭംഗിയായി ചെയ്താൽ ഇന്നത്തെ ഈ ജെൻസഡും ജെൻസിയും ജനറേഷൻ ഇസഡും ഈ ആൽഫയും ബീറ്റയും ഒന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ കയ്യിലാണ് കുഞ്ഞുങ്ങൾ. ലോകത്തിന്റെ ഒരു മായാലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോകില്ല. പക്ഷെ നമ്മൾ വളർത്തേണ്ടതുപോലെ വളർത്താൻ നല്ലൊരു അമ്മയും അച്ഛനും ഉണ്ടാകണം. ഇതാണ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചതും പറയാൻ ഞാൻ എൻ്റെ മനസ്സിൽ വന്നതും. പറഞ്ഞത് ഇത്രയാണ്. സനാതന ധർമ്മം, ധർമ്മം എന്ന വാക്കിന് വാല്യൂസ് എന്നാണ് അർത്ഥം. അത് സനാതനമാണ്. ശാശ്വതമായ മൂല്യങ്ങൾ കൈമാറണം നമ്മുടെ വീടുകളിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ. ഇല്ലെങ്കിൽ അത് നശിപ്പിക്കാനുള്ളവർ വരും, അത് നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കുന്ന ഒരു സ്ലീപ്പിംഗ്, അതായത് ഒരു ഗൂഢമായി നമ്മൾ പോലും കാണാതെ വളരെ അടിത്തട്ടിൽ ഒരു വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതാണ് ഈ പുതിയ തലമുറയെ നമ്മളുടെ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒരു പ്രവൃത്തി ഇന്ന് നടക്കുന്നു. ആ നടക്കുന്നതിൽ ധാരാളം ടൂളുകളുണ്ട്. അതിലൊന്ന് അവരുടെ വസ്ത്രം ഇന്ന് അവർ ആഗ്രഹിക്കുന്നത് പോലെ, കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അതിന്റെ പിന്നിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെ. അവരുടെ ഭക്ഷണം, അവരുടെ ഭാഷകൾ, അവരുടെ ജീവിതം, അവർക്ക് പണത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട്, അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. ഇന്നൊരു കൺസ്യൂമർ വേൾഡാണ് ശരിക്കും ഭാരതം. ലോകത്തിന് എല്ലാ പ്രൊഡക്റ്റുകളും വിറ്റുപോകാനുള്ള ഒരു കേന്ദ്രം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വേണ്ട, ഇവിടെ ഇരിക്കുന്ന അമ്മമാർ ഇന്ന് എത്ര മണിക്കൂറാണ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത്? മണിക്കൂറുകളാണ്. കാരണം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ അജണ്ടയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, അവരുടെ വാക്കുകൾ, പെരുമാറ്റം, ശരീരത്തെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട്, വീടിനെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട്, വിവാഹത്തെ സംബന്ധിച്ച് സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്നത് ഇന്ന് 100% പോകുന്നു. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ജാഗരൂകരായി വേണം പുതിയ തലമുറയെ വളർത്താൻ. അതിന് നമ്മൾ ഇന്നത്തെ പേരന്റ് ആകണം. ഇന്നത്തെ പേരന്റ് ആകണമെങ്കിൽ നല്ല പേരന്റ് ആകണം. അതിന് 2 കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ വീടുകൾ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളാകണം. നമ്മൾ സംസ്കാരം എന്ന് വിചാരിച്ച് ചെയ്യുന്നതൊക്കെ പ്രതിസംസ്കാരമാണ്. അതാണ് സെമിറ്റിക് ഹിന്ദുവും സനാതന ഹിന്ദുവും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മുടെ വീടുകൾ, വിവാഹം തുടങ്ങി സർവ്വതിലും നമ്മുടെ സനാതനമായ മൂല്യങ്ങളെ സംരക്ഷിച്ച് നമുക്ക് നമ്മുടെ വീടുകളെ, മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, അമ്മയെ, അച്ഛനെ എല്ലാവരും ഈ മൂല്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് കുട്ടികളുടെ സ്കില്ലുകൾ നോക്കുന്നതോടൊപ്പം അവരുടെ വാല്യൂസ് കൂടി നോക്കണം. അതിനാണ് രാമന്റെയും രാവണന്റെയും കഥ പറഞ്ഞത്. കുട്ടികൾക്ക് ധാർമ്മിക ബോധം കൊടുക്കാനുള്ള ഒരു വളർത്തലിനെ കുറിച്ച് ആ ആപ്തവാക്യം മാത്രം പറഞ്ഞു. രാജവൽ പഞ്ചവർഷാണി ദശവർഷാണി ദാസ്യവത്ത്. 16 വയസ്സ് വരെ കുട്ടികളെ വളർത്തേണ്ടത് ഇങ്ങനെ. ഇതാണ് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ആകെ തുക. ഇവിടെ ഇരുന്ന് ഈ 1.5 മണിക്കൂർ സമയം കേട്ടിരുന്ന നല്ലവരായിട്ടുള്ള ഈ യജ്ഞത്തില് പങ്കെടുക്കുന്ന, യജ്ഞം എന്തിനാന്ന് പറഞ്ഞു, അത് മനസ്സിലാക്കണം എന്നുള്ള അപേക്ഷയുണ്ട്. ഈ കമ്മിറ്റിക്കാരത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്നോട് ദേഷ്യമുള്ളവര് ദയവ് ഇതൊന്നും ചെയ്യരുത്, ഇപ്പൊ പഴയ പോലെ തന്നെ പോട്ടെ. അല്ലെങ്കിൽ ധൂർത്തും ആഡംബരവും ഒക്കെ ഒന്ന് നിർത്തി യജ്ഞത്തിന്റെ രീതിയിലും ഉത്സവവും പ്രതിഷ്ഠാ ചടങ്ങും അന്നദാനം സമൂഹത്തിന് മൊത്തം കൊടുത്തും നമുക്ക് നല്ല പോലെ ചെയ്ത് ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ പറ്റണം. അതിന് ഈ യജ്ഞം, ശിവപുരാണ മഹായജ്ഞം നമുക്ക് പ്രേരണയാകണം. പ്രേരണയാകട്ടെ.
ഞാൻ പറഞ്ഞതിൽ വിഷമിപ്പിക്കണ എന്തെങ്കിലും വാക്ക് വന്നത് കളയണേ, ബോധപൂർവമല്ല. ഒരാശയം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളൊന്നും ഒരു നിർബന്ധം ഇല്ലല്ലോ. ഇഷ്ടമുള്ളത് മാത്രം എടുക്കാവൂ. ആ ഇഷ്ടത്തോടു കൂടി എന്നെ നോക്കണം, അല്ലാണ്ട് എന്ന് പറഞ്ഞ് എന്നോട് പറയരുത്. നല്ല കാര്യം മാത്രം എടുക്കാൻ. കൊക്ക് മീൻ പിടിക്കാൻ നിന്നാൽ ചെറിയ മീനെ കണ്ട കൊത്തി കഴിക്കും, വലുത് കണ്ട കണ്ണടയ്ക്കും. അതിനെ കൊണ്ടത് ചോക്കാൻ പറ്റില്ല. അപ്പൊ ചോക്കാൻ പറ്റുന്നത്, എടുത്തുയർത്താൻ പറ്റുന്നത് മാത്രമേ എടുക്കാവൂ. അല്ലാതെ അത് കളഞ്ഞോളൂ, ഇതിനെല്ലാം കൂടി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ വിരോധം ഉണ്ടാവരുത്, ദേഷ്യമൊന്നും ഉണ്ടാവരുത്. എല്ലാവരും നന്നായിരിക്കട്ടെ, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.